സ്തോത്രം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഓപ്പറേറ്റർ എവിടാണ്? എനിക്ക് കുറച്ചുകൂടെ ഫീഡ്ബാക്ക് വേണം. വായിക്കുന്ന മൈക്ക് റിവർബ് മാറ്റി എനിക്കും കൂടി കേൾക്കാൻ കണക്കിന് ഒന്ന് വച്ചാൽ കൊള്ളാം. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചു നോക്കിയപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഓക്കെ ആയിട്ടില്ല. സ്തോത്രം. ചെക്ക് ചെയ്ത് നോക്കി, വായിച്ചു നോക്കി. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി നമ്മുടെ വചനധ്യാന പരമ്പരയുടെ പ്രാരംഭ രാത്രിയിൽ തിരുസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വൈകളെ തുറന്ന് ചില നിമിഷം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ വൈകളും ദൈവസന്നിധിയിൽ തുറന്ന് നമ്മളാരും കാഴ്ചക്കാരായിട്ട് തൽക്കാലം ഇവിടെ ഇരിക്കേണ്ട. കുറച്ച് സമയം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ, കർത്താവിന് മഹത്വം കരയേറ്റുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധത്തിന് കുതിര വ്യർത്ഥം എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. നാം എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്താലും കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ നമ്മൾ വന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മീതെ പകരണമെന്ന് പറയാം. തിരുസാന്നിധ്യത്തിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, ശോഭയേറും ഓർ നാടുണ്ടത്, കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, നാം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും Father, we praise you, we love you, Lord. ഞങ്ങളുടെ തിരുസാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ
വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്ന പിതാവേ, ശോഭയേറുന്ന ആ നാട്ടിൽ ഞങ്ങൾ എല്ലാവരും വന്നെത്തുവാൻ ആവലോടായിരിക്കുന്ന പിതാവേ, അതിനായി ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിറച്ചിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഈ പന്തലിന് കീഴിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മീതെ പകരുമാറാകണം പിതാവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ശേഷി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സർവ്വ സംവിധാനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്ഥലകാല ബോധത്തോടെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിപ്പാനുള്ള ശേഷി അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് എനിക്ക് നൽകുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാലിനെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഷായിച്ചാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മറ്റേതാണ്ടൊരു പേര് പുള്ളിക്കുണ്ട്. എന്താണ്? തോമസ് യോഹന്നാൻ. റൈറ്റ്. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്കറിയുന്ന പേര്. ഞങ്ങൾ ഷായിച്ചാൻ എന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ട് ഈ തോമസ് യോഹന്നാൻ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് വായിക്കാത്ത കൊള്ളാനുള്ള സാധ്യതയില്ല. ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഓർപ്പിച്ചതുപോലെ ദീർഘനാളുകളത്തെ പരിചയം അദ്ദേഹവുമായിട്ടും കുടുംബവുമായിട്ടും ഉണ്ടാകുവാൻ കർത്താവ് അവസരം നൽകിയിരിക്കുന്നു. സ്തോത്രം. മറ്റ് പലയിടങ്ങളിലും അദ്ദേഹം ക്രമീകരിച്ച മീറ്റിങ്ങുകളിൽ സ്തോത്രം ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നേരത്തെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വലിയ മഴ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര മഴയാണ്. റോഡ് കംപ്ലീറ്റ് ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം. പറഞ്ഞു മഴയൊക്കെ ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്, ഇവിടെ മഴ പെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. മിക്കവാറും സ്ഥലത്ത് ഇങ്ങനെ പറയുന്നിടത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ മഴ തന്നെ ആയിരിക്കും. സ്തോത്രം. ഞങ്ങൾക്കതിനെക്കുറിച്ച് ഭാരമില്ല. മഴ പെയ്തു മഴ പെയ്തില്ല ഇതൊന്നും ഞങ്ങളെക്കുറിച്ച് ഭാരമില്ല. കാരണം ഞങ്ങളിങ്ങനെ ദിനേനെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ട്, താല്പര്യമുള്ള ആൾക്ക് മഴയൊന്നും ഒരു വിഷയമല്ല. താല്പര്യം ഇല്ലാത്ത ആൾക്ക് മഴയെന്നല്ല, ഇനി ഇരുട്ടിയാൽ പോലും പ്രശ്നമാണ്. വൈകുന്നേരം ഇപ്പം ഇരുട്ടിപ്പോയി അതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. കർത്താവിന് സ്വന്തമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റും. അവർക്ക് വണ്ടി ഇല്ലെങ്കിലും വരാൻ പറ്റും അല്ലേ? പഴയ അപ്പച്ചന്മാർ പറഞ്ഞു കേട്ടില്ലേ, വേണമെങ്കിൽ അത് തന്നെ ചക്ക വേരിലും കായ്ക്കുമെന്നാണ് പറയുന്നത് അല്ലേ? ഞങ്ങളൊക്കെ പറയുന്ന വേരില്ലേലും കായ്ക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേണമെന്ന് വിചാരിച്ചാൽ നടക്കും അല്ലേ? തമിഴ്നാട്ടുകാർ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, നനച്ചേയും പുലിയെ പിടിച്ചിടുവേയും അല്ലേ എന്ന് പറയാറുണ്ട്. ചത്താലും നനയ്ക്ക മാട്ടേ എന്നോട് ചേർത്ത് പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വിചാരിച്ചാലും നമ്മളെ കൊണ്ട് പുലിയെ പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ചത്താലും വിചാരിക്കാത്ത ആൾക്കാരുണ്ട്. അവരുള്ള പക്ഷം നമുക്ക് റിസ്ക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? ഇപ്പോൾ ഇത്രയും പേർക്ക് ഇവിടെ ഇരിക്കാനുള്ള സകല ഭയങ്കര ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. മഴയാണെങ്കിൽ പോലും എല്ലാവർക്കും ഫാൻ വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള എല്ലാ സൗകര്യം കാർപ്പറ്റ് വിരിച്ചൊക്കെ കൊണ്ടിരുത്തിയാണ് രക്ഷയുടെ സുവിശേഷം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അല്ലേ? നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് കല്യാണത്തിന് വീട്ടിൽ കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി അല്ലേ? കാറ്റും കാര്യങ്ങളും എല്ലാ സൗകര്യവും ഒരുക്കി തരുന്നത് പോലെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യേണ്ടുന്ന തലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. എന്നാലും ആൾക്കാർ എത്ര നേരം കേട്ടുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ദൈവദാസന്റെ സമയം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതിന് മുമ്പേ ആൾക്കാർ എഴുന്നേറ്റ് പോകുമെന്നാണ് പൊതുവിൽ പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല, നിങ്ങൾ എഴുന്നേറ്റ് പോയാലും എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഗ്രൗണ്ടിൽ വെളിച്ചം കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ ഇരിപ്പുണ്ടെന്നും കാണാൻ നിവൃത്തിയില്ല അല്ലേ? നിങ്ങളുടെ ECG ലെവലും കാണാൻ നിവൃത്തിയില്ല. മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് പരുവം, എവിടെ കൂടെയൊക്കെ പോകുന്നു ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ബ്ലാങ്ക് ആയിട്ടൊന്ന് പ്രസംഗിക്കേണ്ടി വരികയാണ്. എന്നെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ തൽക്കാലം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയാലും എനിക്ക് കാണാൻ സാധ്യതയില്ല. മറിഞ്ഞു വീണാൽ ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ക്ലൈമറ്റാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക. ഒരു വലിയ സബ്ജക്റ്റാണ് എൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. എന്താണ്? കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും അല്ലേ? എനിക്ക് പ്രസംഗിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. മാത്രമല്ല ഒരു വലിയ സബ്ജക്റ്റാണ്. പ്രസംഗിച്ച് തീർക്കേണ്ടത് 1 മണിക്കൂർ കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ ദൈവദാസന് സാക്ഷ്യം പറയാൻ 15 മിനിറ്റ് കൊടുത്തതുപോലെ ഒറ്റ മണിക്കൂറോട് തീർത്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവും പറയണം, അനന്തര സംഭവവും പറയണം. സ്തോത്രം. എന്താകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഐ ട്രൈ. സ്തോത്രം. ഞാൻ ശ്രമിക്കാം. സ്തോത്രം. 3 ദിവസം ഉള്ളതുകൊണ്ട് മറ്റ് ദൈവദാസന്മാരോട് ഇതൊക്കെ മേക്കപ്പ് ചെയ്തോളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും എന്നെ കൊണ്ട് ആകുമെന്നുള്ളിടത്തോളം ഞാൻ കവർ ചെയ്യാനാണ് ഞാൻ കർത്താവിൽ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പൊതുവിൽ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് കർത്താവിൻ്റെ വരവും അനന്തര സംഭവവും. ഞാനിത് പ്രസംഗിക്കുന്നുണ്ട്. ഒരു 25 കൊല്ലം വരും.
ഞാൻ ഇതുവരെയും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്താണ് ആൾക്കാർക്ക് ഇത് ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് അനന്തര സംഭവം. ഇത് കേട്ടിട്ട് എന്താണ് ഗുണം ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് വന്നതിന് ശേഷമുള്ള ഇവിടുത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ട് എന്തുവാണ് ഗുണമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് അറിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ചെന്നിട്ട് സ്വർഗത്തിലെ കാര്യം ഒന്നും ബൈബിൾ പറയുന്നില്ല. നത്തിങ്. സ്തോത്രം. അവിടെ കാരണം അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ പുത്തൻ ഇങ്ങനെയാണ്, പിന്നെ അവിടെ ജീവജല നദിയുണ്ട്. ഇതൊക്കെ പറഞ്ഞാലൊന്നും നമുക്ക് വലുതായിട്ട് മനസ്സിലാവുകയില്ല. പിന്നെ സ്വർഗത്തിൽ കർത്താവ് ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ടും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളതും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ശരീരത്തിലിരിക്കുന്ന നമുക്ക് അത്ര അങ്ങോട്ട് ഗ്രഹിക്കാനാകാത്തതുമായ ശ്രേഷ്ഠമായ കാര്യമാണ്. പിന്നെ ഭൂമിയിലെ കാര്യം അത് ഇച്ചിരി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് കേട്ടാൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. മനസ്സിലാകാതെ ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ ബുദ്ധി കുറവായിട്ടുള്ള ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ആരും വന്നിട്ടുണ്ടോ? ഒരാളായിട്ടേ വന്നിട്ടുള്ളൂ. എല്ലാവരും തിരിഞ്ഞു നോക്കിയാണ് ആരാണെന്ന്. ആരും വന്നിട്ടില്ല. ഒരാൾ വന്നിട്ടുള്ള ആൾ പോലും കൈവക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാര്യമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നേരത്തെ ദൈവാസം പറഞ്ഞില്ലേ, 2014 എന്നെ കണ്ടതെന്ന് പറയുകയാണ്. അന്ന് ഞാൻ പ്രവചനമായി പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ ദൂത് പറഞ്ഞതല്ല, ബൈബിളിൽ പ്രവചനമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചത് ഇന്ന് നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ന്യൂസിന്റെ ഭാഗം കേട്ടിട്ടാണ് കയറിയത്. യുദ്ധം അവസാന ലാപ്പിലേക്ക് കടക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ സംഭവം. അവസാന ലാപ്പിലേക്ക്. ഈ അവസാനം എന്ന് പറയാൻ തൊട്ട് കുറെ കാലമായി. അമേരിക്ക വിചാരിക്കും പോലെ ഇതങ്ങ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ശിംശോൻ നടത്തിയതുപോലത്തെ ഒരു പരിപാടി ഇസ്രായേൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, ശിംശോനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അയാള് അവസാന ഘട്ടത്തിൽ ഇനി അയാളും ചത്തോട്ടെ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെയും കൊല്ലുക, അയാളും ചത്തേക്കാന്നും വെച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഒരു ശക്തി മേടിച്ച് ആ പന്തലിന്റെ എല്ലാ കാലും കൂടി വലിച്ചു മറിച്ചിട്ടുണ്ട് വീഴുന്ന ഒരു അവസരം. സ്വതന്ത്രം. അപ്പൊ ഇസ്രായേലിന് മുമ്പിലേക്ക് അധിക നാൾ പോകാനാവില്ലെന്നും അതുകൊണ്ട് ഇസ്രായേലും നശിക്കും, എല്ലാവരെയും കൂടി കൊന്നേച്ച് നശിക്കും എന്ന് പറയുന്ന ഒരു അസംഷൻ വന്നിരുന്നു. അതൊക്കെ തെറ്റാണ്. കാരണം ഇതൊന്നും നടക്കില്ല. ബൈബിൾ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് മാറ്റാൻ ആർക്കും പറ്റത്തില്ല. സ്തോത്രം. ABC എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, യൂട്യൂബിന്റെ ന്യൂസ് ചാനൽ. എല്ലാവരും ഹൈന്ദവരാണ്, BJP-കാരാണ് അതിന്റെ നടത്തിപ്പുകാരൊക്കെ. പക്ഷെ അവർ ചില നാളുകൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ സംഘടനം വളരെ ഉഷാറായി നിൽക്കുന്ന ഘട്ടത്തിൽ അവർ വാർത്ത വായിക്കുന്നതിന്റെ കൂടെ ബൈബിളും കൂടി വെച്ച് വായിക്കും. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ അതിശയത്തോടെയാണ് കാണുന്നത്. നമ്മളിത് ഒരുപാട് നാളായി പ്രസംഗിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ പിതാക്കന്മാർ പ്രത്യാശയോടെ ഇത് വായിച്ച് മനസ്സിലാക്കി യാത്ര പോയവരാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഇതിന്റെ അവസാനത്തെ നിവർത്തിയിലേക്ക് കഥ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ടോപ്പിക്കാണ് കർത്താവിന്റെ വരവ്. അനന്തര സംഭവം നമുക്ക് കേൾക്കാൻ നല്ലതാണ്, കേട്ടിരിക്കുന്നതും നല്ലതാണ്. സ്തോത്രം. പക്ഷെ ഈ വരവ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കിയാൽ മതി. പിന്നീട് ഒരു ചാൻസ് ജാതികളായ നമുക്കില്ല. ഇസ്രായേലിന് ചാൻസ് ഉണ്ട്, ജാതികളായ നമുക്ക് പിന്നീട് ഒരു ചാൻസ് ഇല്ല. പൗലോസ് സദാ പറയുന്നത്, ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദ കാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴിയും? തെറ്റിവഴിയാനാവാത്തൊരു ന്യായവിധിയുടെ മുൻപിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ ഒറ്റ ശ്വാസത്തിൽ അതിന്റെ വിവരണം പറഞ്ഞേച്ച് ഞാൻ നേരെ ഇതിലേക്ക് കടന്ന് അന്ത്യകാലത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പറയാം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുണ്ടാ മാത്രം മതി. എന്താണ് ലോകത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ഏദനിലാക്കി. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ഏദനിലാക്കി. ദൈവത്തിന്റെ മക്കളായിരുന്നു ആദമും ഹവ്വയും. ദൈവം അവനോട് പറഞ്ഞു, ഇടാ, ഈ തോട്ടത്തിലെ സർവ്വവൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. നടുക്ക് ഒരു വൃക്ഷം നിർത്തിവെച്ച് കർത്താവ് പറഞ്ഞു, ഇത് തിന്നരുത്, ഇത് തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടാവും. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ബാലരമ വായിച്ചാൽ മനസ്സിലാകത്തക്ക നിലയിൽ അല്ലേ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ പറയുന്നത്. കൂടുതൽ എന്താ പറയുക, റിസ്ക് ഉള്ള വാക്കുകളോ ബൈബിളിലെ എന്താ പറയുക പദങ്ങളോ ഉപയോഗിക്കാതെയാണ് ഞാൻ പറയുന്നത്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ദൈവം മനുഷ്യനെ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഈ വൃക്ഷത്തിന്റെ, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടാവും. നീ മരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടാവും.
അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സർവ്വയധികാരം കർത്താവ് മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവ മക്കളാകണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അന്ന് ദൈവ മക്കൾ എന്ന പദവി സൂക്ഷിക്കണമോ കട്ടാക്കണമോ എന്ന് അവർക്ക് തീരുമാനിക്കാം. ഇന്ന് നമ്മൾ ദൈവമക്കൾ അല്ലാത്ത പദവിയിൽ നിൽക്കണമോ മക്കളാകണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇതിൽ ഒരാളുടെ കേസിൽ മറ്റാർക്കും കൈകടത്താൻ അനുവാദമുണ്ടായിരിക്കില്ല. ഭീരുക്കളുടെ കേസ് അങ്ങനെയല്ല. ഭീരുക്കളുടെ കേസിൽ ആര് പറഞ്ഞാലും ഇയാൾ അതിന് കീഴടങ്ങും, അല്ലേ? ഭീരുക്കൾ അങ്ങനെയാണ്. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഭീരുക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ 1000 രൂപ കൊടുത്താൽ പറയുന്ന ആൾക്ക് വോട്ടിട്ട് കൊടുക്കും. മനസ്സിലായോ? ഭീരു അല്ലാത്തവനെ ആർക്കും വശീകരിക്കാൻ ഒക്കത്തില്ല. അവന് പൈസ കൊടുത്തും പുരട്ടാനൊക്കത്തില്ല. ഇന്ന ആളിന് വോട്ടിടണമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മിക്കവാറും ആൾക്കാരെടുത്ത്, ഒരുവിധം നിലവാരമുള്ള ആൾക്കാരെടുത്ത് ആരും വന്ന് ഞങ്ങൾക്ക് ഇന്ന ആളിന് വോട്ട് തരണമെന്ന് പറയത്തില്ല. കാരണം അവർക്കറിയാം ഇവർക്ക് അവരുടെ കാര്യം നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. വളരെ ബലഹീനരെടുക്കലാണ് ഇവർ ചെന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്നും നിങ്ങൾക്ക് കോഴിപ്പര വെച്ച് തരാമെന്നും, അല്ലേ, നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് തരാമെന്നും നിങ്ങൾക്ക് അതും ഇതും തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്നത് ബലഹീനരെയാണ്. മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്വം അതാണ് ഡിസിഷൻ എടുക്കാനുള്ള ശേഷി. അതാരും വിലയ്ക്ക് ആരുടെയും മുമ്പിൽ പണയം വെക്കുന്നില്ലെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരുത്തൻ തന്നെയാണ്. സ്തോത്രം. അങ്ങനെയുള്ള ആൾക്ക് തീരുമാനിക്കാം എനിക്ക് ദൈവ മക്കളാകണോ വേണ്ടേ. ഞാനൊന്ന് പുറകോട്ട് വന്നോട്ടെ, വിശദീകരണം കൂടുതൽ എനിക്ക് എടുക്കാനാവില്ല. ഏദനിൽ ദൈവം മനുഷ്യനെ ആക്കി വെച്ചിട്ട് പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടാകും. നിങ്ങൾക്കറിയാം, പിശാച് സർപ്പത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് സർപ്പത്തെ അകത്ത് കടത്തിവിട്ട് ഹവ്വയുമായി സംസാരിക്കുകയാണ്. നിസ്സാര സംസാരമാണ്. ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, വാസ്തവമായി, ചുമ്മാ കേറ്റുകയാണ്. വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? അവള് പറഞ്ഞു തിന്നരുതെന്നും പറഞ്ഞിട്ടുണ്ട്, തുടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചിലരെങ്ങനെ കുറച്ച് കഴിവുള്ളവരാണ്. അടുത്ത അയാളുടെ ഓഫർ പറയാണ്, ഒന്നും പേടിക്കണ്ട, തിന്നാ നീ മരിക്കത്തില്ല നിശ്ചയം. പ്ലസ് ഇപ്പൊ ഓണം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വിഷു ആയതുകൊണ്ട് ഓഫർ കൂടെയുണ്ട്, നിന്റെ കണ്ണ് തുറക്കും. നമ്പർ 2, നീ ദൈവത്തെ പോലെ ആവും. കണ്ടോ, നിസ്സാരം എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഉഷാറായ എന്താ പറയാ പ്രോത്സാഹന സമ്മാനമാണ് അവിടെ കൊടുക്കുന്നത്. തിന്നാൻ മരിക്കത്തില്ല നിശ്ചയം. കർത്താവ് പറഞ്ഞ എന്തുവാ? ഇത് തിന്നുന്ന ആളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടാവും. മനസ്സിലാണ്ടോ? വേറെ വിശദീകരണമൊന്നുമില്ല അവിടെ. പിശാച് വന്നേച്ചും പറയുന്നത് അങ്ങനെയാണ്, ഇത് തിന്നാൽ കണ്ണ് തുറക്കും, ദൈവത്തെ പോലെയാകും. കണ്ടോ, മരിക്കത്തില്ല, ഉറപ്പ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് വേറെ നോട്ടമൊന്നും ഇല്ല. ആശാൻ അത് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞപ്പോ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി. മനസ്സിലാകുന്നുണ്ടോ? ആള് തോട്ടത്തിൽ നിന്ന് പുറത്തു പോയി, പോകേണ്ടി വന്നു. കർത്താവ് ഇറങ്ങി വന്ന് അയാൾക്കൊരു കുപ്പായൊക്കെ ഉടുപ്പിച്ച് പുറത്താക്കി. അത്രയൊന്നും എനിക്ക് പറയാനുള്ള സമയമില്ല. കുപ്പായ ഉടുപ്പിച്ച് പുറത്താക്കി. ഇപ്പൊ മനുഷ്യൻ ഇവിടെ തോട്ടത്തിന് പുറത്താ. ഇവന് നഷ്ടപ്പെട്ടു പോയത് ദൈവ മക്കൾ എന്ന പൊസിഷൻ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും മക്കൾ എന്ന പദവി നഷ്ടപ്പെട്ടു. നമ്മൾ തോട്ടത്തിന് പുറത്തു പോയി. പിന്നെ നടക്കുന്ന രംഗം എന്താണെന്ന് ചോദിച്ചാൽ, പുറത്തായി പോയ മനുഷ്യനെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം. നമ്മളെ തള്ളിക്കളയാനാവില്ല, കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളായി പോയി. സ്തോത്രം. മക്കളായി. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മിണ്ടാതിരിക്കുവോ? ഇല്ല, നമ്മൾ വല്ലാതെ കരയും. ആ കുഞ്ഞ് മടങ്ങി വരുന്നത് വരെ കരയും. കരയാതിരിക്കാൻ ഒരു മാതാവിനുമാവില്ല, ഒരു പിതാവിനുമാവില്ല. കുഞ്ഞുങ്ങളുടെ പിന്മാറ്റം സഹിച്ചുകൊണ്ടിരിക്കാൻ, നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു മാതാപിതാക്കൾക്കുമാവില്ല. കണ്ട എല്ലാ ഉപദേശമാരടുത്തും വിളിച്ചു പറയും. ഞങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്. ഞങ്ങൾ യൂട്യൂബിൽ പ്രസംഗമൊക്കെ ഒത്തിരി ഇടാറുണ്ട്. ഞങ്ങളുടെ നമ്പർ എടുത്ത് ഞങ്ങളടുത്ത് വിളിച്ചു പറയാറുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾക്ക് അറിയാൻ മേലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ പോലും ഞങ്ങൾ അവർ വിളിച്ചു പറയാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അത്ര ആഗ്രഹമാണ് അവർക്ക്. ഇമാതിരി ദൈവത്തിന്റെ ഹൃദയത്തിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവുകയാണ്. ദൈവത്തിന്റെ മക്കൾ പുറത്തായി പോയി, തിരിച്ചവരെ കൊണ്ട്. നിങ്ങൾ ഓർത്തു നോക്കണേ, പുറത്തായി പോകുമ്പോൾ ആ പുറം മുഴുവൻ ആരുടെ കയ്യിലാ? പിശാചിന്റെ കയ്യിലാണ്. കണ്ടോ, പുറത്തെ മുഴുവൻ ലോകവും പിശാചിന്റെ കയ്യിലാണ്. അവന്റെ നടുക്കാണ്, അല്ലെങ്കിൽ അവന്റെ കയ്യിലാണ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി ദൈവത്തിന്റെ മക്കൾ കിടക്കുന്നത്. ആ ഗതി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുടിയംപുത്രൻ പണ്ട് പന്നി തിന്നുന്ന വാളവര തിന്നാൻ ആഗ്രഹിച്ചു എന്നും പറഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളിപ്പോ പിശാചിന്റെ അധീനതയിൽ കിടക്കുകയാണ്. അവൻ പറയുന്നത് പോലെ, അവൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എണീക്കാൻ പറഞ്ഞാൽ എണീക്കും. അവൻ എന്ത് പറയുന്നു അത് ചെയ്യും. തമ്മിൽ ചീത്ത പറയാൻ പറഞ്ഞാൽ ചീത്ത പറയും, കോപിച്ചോണ്ട് നടക്കാൻ പറഞ്ഞാൽ കോപിച്ചോണ്ട് നടക്കും, അല്ലേ? എന്തവൻ പറയുന്നു അത് അതുപോലെ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരുമുണ്ട്, ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരുമുണ്ട്. മനസ്സിലാക്കാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പിശാചിന്റെ ലോകത്തിലായി പോയി അവിടെ കിടക്കുകയാണ്. അവനെ തിരിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവൻ ചെയ്ത തെറ്റിന് പരിഹാരം വരുത്തണം.
പരിഹാരം വരുത്താതിരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അതിന് പരിഹാരം വരുത്താൻ പഴയ നിയമത്തിൽ യാഗങ്ങൾ ക്രമീകരിച്ചു. ഒന്നുകൊണ്ടും പദ്ധതി വിജയിച്ചില്ല. ഏറ്റവും ഒടുവിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നായി പിരിയേണ്ടി വന്നു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മൂന്നായി പിരിയേണ്ടി വന്നു. പഴയ നിയമത്തിലെ നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണുന്നുണ്ട്. ഉൽപ്പത്തി 1:1 എലോഹീം എന്ന പദം നമ്മൾ കാണുന്നിടം തൊട്ട് അവിടെ ഒന്നിലധികം പേഴ്സൺസ് ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് വ്യക്തമാണ്. സ്തോത്രം. താഴേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ താഴേക്ക് വരുമ്പോൾ വരുവിൻ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ ഒന്നിലധികം വ്യക്തിത്വത്തെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വരുവിൻ ഇവരുടെ ഭാഷ കലക്കിക്കൊള്ളാം എന്ന് പറയുന്നിടത്തും അവിടെ നമുക്ക് ഇവരുടെ വ്യക്തിത്വം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഞാൻ വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല കേട്ടോ. സ്തോത്രം. കാര്യം മാത്രം നിങ്ങൾക്ക് ക്ലിക്കായാൽ മതിയല്ലോ. ഇവിടെ പുറത്തായി പോയ മനുഷ്യനെ തിരിച്ചകത്തേക്ക് കൊണ്ടുവരുവാൻ ഇവിടെ ഒരു പിരിവ് വേണ്ടി വന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് മൂന്നായി അവർ പിരിയേണ്ടി വന്നു. നമ്മൾ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. കണ്ടോ? പിതാവ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ? അവിടെ മൂന്നായി നമ്മൾ കാണുകയാണ്. സ്തോത്രം. മൂന്നായി തന്നെ കാണുകയാണ്. അതിനെ നമ്മൾ ഇനി കൂടുതൽ കിടന്ന് വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഒന്നാണോ മൂന്നാണോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒന്നാണെന്നുള്ളത് ഉറപ്പാണ്. മൂന്നായി വെളിപ്പെട്ടിട്ടുണ്ടെന്നതും ഉറപ്പാണ്. സ്തോത്രം. ഇത് നമുക്കാർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം ഒന്നെന്ന് പറയാൻ കാരണം അതൊരു വലിയ മർമ്മമാണ്. നമുക്ക് 2 കണ്ണാണുള്ളത്, സൈറ്റ് ഒന്നാണുള്ളത്. അതിനെങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ ഒക്കില്ല. 1.5 കിലോ തലച്ചോറിനകത്ത് എല്ലാം കൂടി ഗ്രഹിച്ചോളാമെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ നമ്മളെക്കാൾ മണ്ടന്മാർ ലോകത്തിൽ എവിടെയുമില്ല. സ്തോത്രം. നമ്മെ രക്ഷിക്കാൻ വേണ്ടി, സ്തോത്രം, നമ്മെ രക്ഷിക്കാൻ വേണ്ടി, പുറത്തായി പോയ നമ്മെ തോട്ടത്തിനകത്തേക്ക് കടത്താൻ വേണ്ടി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും മൂന്നായി പിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണാനൊക്കും. അവിടെയാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ പദ്ധതി ഇടുകയാണ്. എന്തിന്? മുഴുവൻ മാനവകുലത്തിനും ചെയ്തു പോയ തെറ്റിന് പരിഹാരം വരുത്തിയിട്ട് ആർക്കെങ്കിലും ദൈവ മക്കളാകാൻ തിരിച്ചു തോട്ടത്തിലേക്ക് കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ വഴി തുറന്നു കൊടുക്കാൻ ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. മുഴുവൻ മാനവരാശിക്കും വേണ്ടി ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നിങ്ങൾ ഓർക്കുക, ഏദൻ തോട്ടത്തിൽ ഒരു വൃക്ഷം നിൽപ്പുണ്ട്. ആർക്കെങ്കിലും മക്കളാകണ്ടെങ്കിൽ ഇതിൽ നിന്ന് തിന്ന് പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോയി നമ്മുടെ ആദ്യ ആദമും ഹവ്വയും അതിൽ ജനിച്ച നമ്മളെല്ലാവരും പുറത്തായി പോയി. അടുത്ത റൗണ്ടിൽ എത്തുമ്പോൾ ഒടുവിലത്തെ ആദമിനെ കൊണ്ട് നിർത്തി കർത്താവായ യേശു ക്രിസ്തു. യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും തിരിച്ചു കയറാം. ദൈവ മക്കളാകാനുള്ള പദവി, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി നിത്യമായ ബന്ധം. ആ വാക്കുകളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ആണ്, മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവവുമായി നിത്യമായ ബന്ധം. ദൈവവുമായി നിത്യമായ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നും പറഞ്ഞൊരു വാക്യമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു സാക്ഷിയൊക്കെ പറഞ്ഞ് വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങി ചെച്ച് വെള്ളം കൊണ്ട് കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് മീശയും പഠിച്ച് പള്ളിയിൽ നമ്മൾ സ്വത്രക്കാഴ്ചയും ഇട്ട് സൂത്രത്തിൽ നടന്നാൽ കാര്യം ക്രമീകരിക്കപ്പെടുമെന്ന് വിചാരിച്ചെങ്കിൽ പാളി. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ പരിപാടി പാളി. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. അത് അതിന്റെ വെറും പ്രിലിമിനറി സ്റ്റേജാണ്, വളരെ ഫസ്റ്റ് സ്റ്റേജാണ്. സ്തോത്രം. വേണമെങ്കിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, കേട്ടോണേ, മാനസാന്തരം, വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, സ്നാനം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം. കൈവയ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കാണുന്ന കൈവയ്പല്ല കേട്ടോ. അല്ലെ, ഇന്നാളും ഏതോ സഭയിലെ സഹോദരന്മാർ എല്ലാവരും ചേർന്ന് കൈവയ്ക്കുന്നുണ്ട്. ആ സാധനമല്ല. ഇത് കൃപാവരങ്ങൾ പ്രാപിക്കുന്ന കൈവയ്പ്പാണ് കേട്ടോ. പിന്നെ നമ്മളെ മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഇതെല്ലാം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം. കണ്ടോ, ഇതെല്ലാം പ്രിലിമിനറി സ്റ്റെപ്പാണെന്ന്. നമ്മൾ ഈ ന്യായവിധി എന്നൊക്കെ പറയുന്ന സാധനം പഠിക്കുന്നത് ലാസ്റ്റ് ക്ലാസ്സിലാണ്. ഇത് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട സാധനമാണ്. മനസ്സിലാണ്ടോ? തറ, പന, വല എന്നൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ പിള്ളേർ വലിയ സാധനമാണ് പഠിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ? ആ സാധനമാണ് ഈ പറഞ്ഞ സ്നാനം, മാനസാന്തരം, നിത്യശിക്ഷാവിധി, കൈവയ്പ്, ഇതെല്ലാം. കണ്ടോ, ഈ അടിസ്ഥാനം പിന്നെ ഇട്ടോണ്ടിരിക്കരുതെന്ന്. നമ്മൾ 21 ദിവസം ഉപവാസം വെച്ചാൽ ഈ സാധനം തുടത്തു പോലും ഇല്ല. ഇതിന്റെ ബാക്കിലാണ് നമ്മൾ അടിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലേ? എഗസ്കേൽ ചമരി ചാരി കിടന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ പരിപാടി. എഗസ്കേൽ അല്ല, ഹിസ്കിയാവും അല്ലേ? ചമരി ചാരി പ്രാർത്ഥിക്കുക, പുള്ളിയെ തിരിച്ചിടുക. ഇതാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും കഥ നടക്കില്ല.
മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും ഒരു ഫ്രെയിം കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞു പോവാണ്. വായിച്ചോഞ്ഞേ. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ഇതെല്ലാം ആദ്യ വചനമാണെന്ന്, പ്രിലിമിനറീസ്. ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. മേലോട്ട് കയറണമെന്ന്, പരിജ്ഞാനത്തിലോട്ട് കയറണമെന്ന്. കളിയൊന്നും നടക്കുകയല്ല കേട്ടോ. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കഥ. നമ്മുടെ വിചാരമാ അയാളെ സ്നാനപ്പെടുത്തി രക്ഷപ്പെട്ടു. എന്ത് പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. 6 ലക്ഷം പേരാണ് ചെങ്കടൽ ക്രോസ് ചെയ്യുന്നത്. ചെങ്കടൽ ക്രോസ് ചെയ്യുന്നത് സ്നാനത്തിന് മുൻകൂറിയാണ്. യോർദാൻ ക്രോസ് ചെയ്ത് കനാനിലെത്തുമ്പോൾ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ പട്ടുപോയി അല്ലെങ്കിൽ പെട്ടുപോയി. അതുകൊണ്ട് സ്നാനപ്പെട്ടെന്നും വെച്ച് സ്വർഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും മിഥ്യാധാരണയിൽ ഇരിക്കുന്നെങ്കിൽ ഈ രാത്രി നിങ്ങളത് മാറ്റിക്കോണം. കൊള്ളാന്നുള്ള ഏതെങ്കിലും ചർച്ചിൽ നിങ്ങൾ മെമ്പർ ആയിരിക്കുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ പെട്ടുപോയി എന്ന് കരുതിയാൽ മതി. സ്വതന്ത്രം. ഈ കൊള്ളാന്നുള്ള ചർച്ചിന്റെ വിശ്വാസിയായുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീറ്റിംഗ് ഓർഡർ തരുന്നതനുസരിച്ച് പോയാൽ മതി. പോവുക വരിക. അഥവാ ഇടയ്ക്ക് ഒരെണ്ണം പോകാൻ പറ്റിയില്ലെങ്കിൽ പാസ്റ്റർ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ മതി, അത് മറിഞ്ഞു പോവും അല്ലേ? ഇപ്പൊ സ്വത്ര കാഴ്ചക്ക് തന്നെ എല്ലാവരും പോകണമെന്നില്ല. മറ്റേ ഗൂഗിൾ സെറ്റപ്പായി. ഞാൻ വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചർച്ചയിൽ ചെന്ന് മെമ്പർ ആയി കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമായി എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും സുരക്ഷിതമാവില്ല. എന്താ കർത്താവ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ഒരുപാട് എനിക്ക് പറയാൻ സമയം എൻ്റെ മുമ്പിൽ ലഭ്യമാവില്ലല്ലോ. കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, എങ്കിൽ നാട്ടുകാർ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയും. പെട്ടിട്ടല്ല, തിരുവല്ല മാത്രം നിങ്ങൾ എടുക്കൂ. പിടികിട്ടിയോ? സംഭവം പിടികിട്ടി കാണും നിങ്ങൾക്ക്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാലും എനിക്കറിയാം, കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. തമ്മിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതെന്താ കാര്യം? 2 സംഘടനയാണ്, 2 ഉപദേശമാണ്, 2 ജാതിയാണ്, 2 കളറാണ്, പിന്നെ ഒരുപാട് പ്രശ്നമാണ്. എവിടെ പോകാണ്ടിരിക്കുക എനിക്കറിയില്ല. ഇവർക്കുള്ളൊരു പ്രത്യാശ എന്ന് പറയുന്നത്, വചനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തമ്മിൽ അടിക്കുന്നവരെയും കൊണ്ടിടാനുള്ള ജയിലെന്നാ വിചാരം. അനേകം വാസസ്ഥലം എന്നുള്ളത് കലിപ്പുള്ളവരെ കൊണ്ടിടാനുള്ള സ്ഥലമാണെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ കൊണ്ടിടാനല്ല. ഒരുപാട് സ്ഥലമുണ്ടെന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ. തമ്മിൽ ഐക്യതയില്ലാത്ത ആരെയും കൊണ്ടുപോവില്ല എന്ന് ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിയണം. പിശാച് ചെയ്ത ആദ്യത്തെ പദ്ധതി ദൈവത്തിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റി. രണ്ടാമത്തെ പദ്ധതി നമ്മളെ തമ്മിൽ അടർത്തി മാറ്റി. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. പ്രോഗ്രാം ഏറെക്കൂടെ ഫിനിഷ് ചെയ്ത് ക്രൂശിലേക്ക് നടക്കാൻ പോകുന്നതിന് മുമ്പ് ക്രിസ്തു പ്രാർത്ഥിക്കുന്ന അവസാനത്തെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ 2 പ്രയോഗങ്ങൾ ഒന്ന് കേട്ടേച്ച് ഞാൻ ആ ടോപ്പിക്ക് മൊത്തത്തിൽ വിട്ട് അനന്തര സംഭവത്തിലേക്ക് പോകാൻ പോവുകയാണ്. കാരണം അല്ലാതെ അനന്തരം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പെട്ടെന്ന് വായിച്ചോ. ഞാൻ 17-ന്റെ ഒന്നുകൂടെ വായിച്ചോ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പിതാവേ, സമയം എത്തിയിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. കണ്ടോ, ഈ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ അല്ലെന്നും പറഞ്ഞ് നാട്ടിൽ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. സ്തോത്രം. പുത്രനാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കൂടെയാണ്. ഭാഗ്യവശാൽ നമ്മളെ കാണാനുമില്ല. കർത്താവ് പറഞ്ഞ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയും. എവിടെയിട്ടറിയാൻ? സാക്ഷാൽ ദൈവമായവനെ, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായവനെ നാട്ടുകാർ പ്രവാചകനെന്ന് പറഞ്ഞു നടക്കുമ്പോൾ അവർ വിജയിക്കുന്നു. നമ്മൾ പരാജയപ്പെടുന്നതിന് കാരണം നോട്ടീസ് അടിച്ച് വിജയിപ്പിക്കാൻ നമുക്ക് പറ്റില്ല, പ്രസംഗിച്ച് വിജയിക്കാൻ നമുക്ക് പറ്റില്ല, ജീവിതം കൊണ്ടേ വിജയിപ്പിക്കാൻ പറ്റൂ. ദൗർഭാഗ്യവശാൽ ആ പണി നടക്കുമെന്ന് തോന്നുന്നില്ല, അല്ലേ? ശരിയല്ലേ? ഇത് തിരിച്ചറിയണം. അനന്തര സംഭവമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം, അത് വലിയ കാര്യമുള്ളതല്ല. അനന്തരം നമ്മുടെ ഗതി എന്താവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. പെട്ടെന്ന് വായിച്ചോ. പിന്നെ പുത്രനെ മഹത്വപ്പെടുത്തണമേ, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. നീ അവർക്ക് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. കണ്ടോ, നീ സകല ജഡത്തിന്മേലും അധികാരം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിനാണ് നിത്യജീവൻ കൊടുക്കാൻ അധികാരം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ജനത്തെ ദൈവവുമായി ഇണപ്പിക്കുവാൻ, ദൈവവുമായി കണക്ട് ചെയ്യുവാൻ പുത്രന് മാത്രമേ അധികാരമുള്ളൂ. ആ സാധനത്തെ മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് പുത്രനെ പുത്രൻ അല്ല എന്ന് നാട്ടുകാർ പ്രസംഗിക്കുന്നത്.
അതിന്റെ നടുവിൽ പുത്രനെ പുത്രനാണെന്ന് പ്രസംഗിച്ചാൽ പോരാ, ആ പുത്രനാണ് എന്നെ ദൈവത്തോട് അടുപ്പിച്ചതെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ പെന്തക്കോസുകാരെന്ന് പറഞ്ഞ് നടക്കുന്നത് മാനക്കേടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് എക്സ് പെന്തക്കോസുകാർ ഇറങ്ങിയിരിക്കുന്നു, യൗവനക്കാർ പുറത്തിറങ്ങി പറഞ്ഞിരിക്കുന്നു യൗമാരുടെ ഇടയിൽ ഒന്നുമില്ലാന്ന്. അപ്പൊ പറയുന്നതിൽ കുറച്ച് ശരിയില്ലേ? സ്തോത്രം. ഞങ്ങളൊക്കെ യൂട്യൂബിൽ ഇറങ്ങി ഇങ്ങനെയുള്ള കേസുകളെ വെട്ടുന്നത് കൊണ്ട് ആൾക്കാർ ഞങ്ങൾക്ക് വീഡിയോ ഇട്ട് എന്നിട്ട് പറയും, പാസ്റ്റർ ഇതിന് മറുപടി പറയാൻ ഇതിലെന്ത് പറയാനിരിക്കുന്നു, അമ്മ പറയുന്നതിൽ കാര്യമില്ലേ? തമ്മിൽ സ്നേഹിക്കണമെന്ന് തിരുവഴുത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ സ്നേഹിക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരെ വിട്ട് പിള്ളേര് പുറത്തു പോകുന്നതിന് എന്താണ് തെറ്റ്? കഴിഞ്ഞ തലമുറയിൽ പരിപാടിയൊക്കെ നമുക്ക് നടക്കുമായിരുന്നു. കീബോർഡും മറ്റടിപിടി സാധനങ്ങളും വെച്ച് അടിച്ചു പിടിച്ച് കുറെ നേരം രണ്ട് പാട്ടൊക്കെ പാടി ഓളം വെക്കുന്നിടത്ത് ആൾക്കാർ നിൽക്കുമായിരുന്നു. ഇന്ന് പിള്ളേർ നിൽക്കില്ല. അതിനേക്കാൾ നല്ല ഉഷാറ് സുംബാ ഡാൻസ് ഉണ്ടെന്നവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിരുവഴുത്തിൽ പൗലോസ് വളരെ വേദനയോടെ AD 60 എഴുതി വെക്കുകയാണ്, അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുണ്ടാകും. നമ്മുടെ കാലം ആ കാലമല്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ കാലം ആ കാലമല്ലേ? പെന്തക്കോസ് ചർച്ചിനകത്ത് സഹോദരന്മാരും സഹോദരിമാരും ഒരുപോലെ അന്യായ ഭാഷ പറഞ്ഞ് തെറി വിളിച്ചത് വീഡിയോ ഈ അടുത്ത കാലത്തിലല്ലേ പ്രചരിച്ചത്? അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര പാപികളാണ്. നോ, അടിക്കാതിരിക്കുന്നവരാണ് അതിലും വലിയ പാപി. അവർക്കറിയാം നിന്ന് കളിക്കാൻ. അവരറിയാതെ അണപൊട്ടി അടിച്ചു പോയെന്നേ ഉള്ളൂ. നമുക്ക് അടിക്കാതെ നിൽക്കാനുള്ള ശേഷിയുണ്ട്. ശരിയല്ലേ? മൊത്തം പ്രയാസം നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ്. നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ഈ കസേരകൾ കാലി കിടക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്കതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഖേദകരമാണ്. അതുകൊണ്ട് ഇവിടെ പിശാചിന് ഒരു വർക്കുമില്ലെന്ന് നിങ്ങൾ അറിയണം. ഒരു വർക്കുമില്ല. പിശാച് ചെയ്യേണ്ട വർക്കുകളെല്ലാം പൗലോസ് ലേഖൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 13 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. ചുമ്മാ വായിച്ചു വിട്ടെ മക്കളെ, ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധപ്പെട്ടില്ലെങ്കിലോ. 11-ാം അധ്യായം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 2 വാക്യം. താങ്ക് യു ജീസസ്. 2 കൊരിന്ത്യർ 11-13. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നാ പറയുന്നത്. അവർ പിശാചിന്റെ പണി ചെയ്തോളൂ. അപ്പൊ പിശാചിനോട് വർക്കില്ല. കള്ള അപ്പോസ്തലന്മാർ കപടവേലക്കാർ. അവർ വേലക്കാരാണ്, പക്ഷെ കപട വേലക്കാരാണ്. ജനത്തെ കർത്താവുമായി ഇണപ്പിക്കലല്ല അവരുടെ പരിപാടി. ഇവരെ തമ്മിലടുപ്പിക്കുകയാണ് പരിപാടി. കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോകത്തേ ഇല്ല. ഇവരുടെ ഉദ്ദേശം അവരുടെ പോക്കറ്റിരിക്കുന്ന സാധനം മാത്രം മതി. ആടിന്റെ തോലും പാലും മാത്രമേ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ആടും പാല് കൊടുക്കാൻ തയ്യാറാണ്, ഗുണം പിടിക്കാൻ പറയാതിരുന്നാൽ മാത്രം മതി. തോല് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറുള്ള വിശ്വാസികളുണ്ട്. പത്രോസ് ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ. ഇപ്പോൾ തുടണ്ട, ലാസ്റ്റ് വാക്യം, പിന്നെ വീട്ടിൽ പോയി വായിച്ചുകൊണ്ടാൽ മതി. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ജീവന വയ്ക്കാൻ തയ്യാറാണ്. ആരാ പത്രോസ്? ജീവന വയ്ക്കാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞു, ഇന്ന് സൈറൻ കേൾക്കുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറഞ്ഞിരിക്കും. തള്ളി പറഞ്ഞോ? എപ്പോൾ പറഞ്ഞത് കേട്ടാൽ മതി. ഡീസൻ്റായിട്ട് തള്ളി പറഞ്ഞു. അതെ, 3 വട്ടം. നമ്മളായിരുന്നെങ്കിൽ 70 വട്ടം പറഞ്ഞേനെ. ശരിയല്ലേ? സ്തോത്രം. അടുത്ത മഴയ്ക്ക് മുമ്പ് വിട്ടേക്കാം. മക്കളെ ഇത് വായിക്കും, പെട്ടെന്ന് വായിക്കേ. കപടവേലക്കാർ, ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശിമാരുടെ വേഷം ധരിച്ചിരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല. അത് ഞെട്ടിപ്പോണ്ട കാര്യമല്ല എന്ന്. കാരണം സാത്താൻ himself, സാത്താൻ, ഒറിജിനൽ സാത്താൻ ദൈവത്തിന്റെ വേഷം കെട്ടും. പിന്നെയാണ് അവന്റെ ജോലിക്കാര് യേശുവിന്റെ ജോലിക്കാരുടെ വേഷം കെട്ടാത്തത്. സംഭവം പിടികിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? തിരുവല്ല മൊത്തം നമ്മളിപ്പോൾ കറങ്ങി നോക്കിയാൽ കർത്താവിന്റെ വേലക്കാരെന്ന കുപ്പായമിട്ട് ഒരുപാട് പേര് കാണും. അതിന്റെ പകുതിയുടെ പകുതി മതി ഇത്ര ആൾക്കാർ രക്ഷിക്കപ്പെടാൻ. ശരിയല്ലേ? ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില സിഗ്നൽ കട്ടാക്കിയിട്ടിരിക്കും. വണ്ടി ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എടാ ഇവിടെ ഒരുത്തരം നിൽക്കാതിരുന്നാൽ വണ്ടിക്കാരന് പോകാൻ അറിയാം, ഇവൻ നിന്നാൽ മൊത്തം ബ്ലോക്ക് ആവും. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ബാക്കി നിങ്ങൾ വഴിയെ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. കർത്താവിനെ ചോദിക്കാൻ ഞാൻ വരാം 7 ദിവസവുമായിട്ട്. ഇപ്പോഴേ കുറിച്ച് വെക്കുകയാണ്, ഇനി മേലിൽ വരില്ല ഇയാളുടെ മീറ്റിങ്ങിന്. വായിക്കേ കുഞ്ഞ്, വായിച്ചോ.
അത് മതി ഇനി അങ്ങോട്ട് പോണ്ട. സി, ഇത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോ ദൈവത്തിന്റെ മക്കളാക്കുക, നമ്മളെ നിത്യമായി ദൈവവുമായി കണക്ട് ചെയ്യിപ്പിക്കുക, ഇതാണ് കർത്താവിന്റെ പദ്ധതി. അതാ അവിടെ പറഞ്ഞത്, നിത്യജീവനെ ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇനി വായിക്കേ, യോഹന്നാൻ 17 ബാക്കി വായിക്കുഞ്ഞേ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ബൈബിൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നല്ലേ? സാരമില്ല. 11 വാക്യം വായിക്കേ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. കർത്താവ് പറയാ, പോകാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറയാ, കർത്താവേ ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. പ്രോഗ്രാം ഫിനിഷ് ചെയ്തിട്ട് ക്രൂസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. പിതാവിനെ നോക്കിയിട്ട് പറയാണ്, പിതാവേ ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നില്ല. കണ്ടോ, പിതാവും പുത്രനും രണ്ടായി, ഒരാൾ മേളിലും ഒരാൾ താഴെ ഇരിക്കുന്ന എന്തിനെന്നറിയാവോ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ, നമ്മളെ കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാ, പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയാ, ഈ വലിയ കാര്യത്തിന് വേണ്ടിയാ ഈ ഒരു എന്താ പറയാ, ഒരു വേർപെടലുണ്ടായത് നമ്മളെ ചേർക്കാൻ വേണ്ടി. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. അപ്പൊ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല. വായിക്കേ, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ഞാൻ അങ്ങ് തിരിച്ചു വരാൻ പോവാണ്. പരിശുദ്ധ പിതാവേ, കേട്ടോണേ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകെ. ഈ ഇരിക്കുന്ന നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇവർ നമ്മെ പോലെ ഒന്നാകണം. ആ ഒന്നിനെ കൊണ്ടുപോകാനാ കർത്താവ് വരാൻ പോകുന്നേ. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പറയുന്നത് നമ്മൾ വീട്ടിൽ ഒന്നാണ്, കാരണം ഭാര്യയായിട്ട് പോലും മണക്കത്തിലാണ്. ആ ഒന്നിനെ കൊണ്ടുപോകാനല്ല. കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് വേറെ മുറി പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ചെറുക്കം പിശാച് പോലും വരികയല്ല. സ്തോത്രം. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാതാപിതാക്കളെ നോക്കാത്തവരുണ്ട്. റിസ്ക് എടുക്കണ്ട. നരകത്തിൽ വിടത്തില്ല. പിശാചിന്റെ കൂടെ കൊണ്ടിടുന്ന ആൾക്കാർക്കും ഒരുവിധം സ്റ്റാൻഡേർഡ് വേണ്ടേ? തീരെ മോശം കൊണ്ടിട്ടാൽ അയാൾ എന്ത് ചെയ്യും? അല്ലേ? നിങ്ങൾ ചുമ്മാ ചിന്തിക്കൂ. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ഡെപ്ത് കണ്ടോ? ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ? നമുക്ക് കാറ് തരാനും കല്യാണം കഴിപ്പിച്ച് തരാനും പിള്ളേരെ തരാനും അമേരിക്ക വിടാനും ഒന്നുമല്ല. ഇതൊക്കെ അതിൻ്റെ കൂടെ നടന്നോളും. അത് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് പാപമൊന്നുമല്ല. അതൊക്കെ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെയിൻ ഉദ്ദേശം, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരൊന്നാവണം, എന്നിട്ട് ഇവർ നമ്മിലാവണം. നമ്മൾ രണ്ടായിട്ട് നിന്നാൽ നമ്മളെ കർത്താവിലാക്കില്ല. നമ്മൾ ഒന്നായാലേ കർത്താവിലാക്കുള്ളൂ. ഇതാണ് പിശാചിനൊരു ആശ്വാസം. കാരണം നമ്മൾ ഒരിക്കലും ഒന്നാവില്ല. ഒന്നാവണമെങ്കിൽ അതൊരു റിസ്ക് ആണ്. അണ്ടർസ്റ്റാൻഡ്? ഒരു വാക്യം കൂടി വന്ന സ്ഥിതിക്ക് പറഞ്ഞിച്ച് അന്ത്യകാലത്തിലേക്ക് പോകണം എനിക്ക്. സ്തോത്രം. മക്കളെ, റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 5 വാക്യം വായിച്ചു. അതുപോലെ പലരായ നാം, ക്രിസ്തുവിൽ ഒരു ശരീരം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇത്രയും പലരാണ്. പല വീട്ടിൽ പറഞ്ഞവരാ, പല കളറുകാരാ, അല്ലേ? ബ്രാഹ്മണൻ കാണും, ക്ഷത്രിയൻ കാണും, വൈശ്യൻ കാണും, ശൂദ്രൻ കാണും, എല്ലാ സൈസും കാണുമെന്നാ വിചാരിക്കുന്നേ. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം ഒന്ന്. നടക്കുന്ന ഇടപാടാണ്? നടക്കത്തില്ല. ഒരു ശരീരം ഒന്ന് ചത്താപ്പോലും ഒരു സമയത്തേക്ക് കയറൂല. പിന്നെ നമ്മളിനി ഒരു ശരീരമാവാൻ പോകുന്നത് ജീവിച്ചിരിക്കുമ്പം. വെള്ളം ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം, കുപ്പിക്കണക്കിന് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മറിഞ്ഞ് വീണ് മരിക്കരുത്. നീ പറഞ്ഞത് മനസ്സിലാകണ്ടോ? പിശാചിന് ഇതാണ് നമ്മളിലൊരു പ്രത്യാശയുള്ളത്. എത്ര കൺവെൻഷൻ കിടന്ന് ഓടിയാലും വേറൊന്നും സംഭവിക്കുകയല്ല. സ്തോത്രം. പലരായ നാം, പല ജാതിക്കാരായ നാം, പല വർഗക്കാരായ നാം, പല ദേശക്കാരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം. എല്ലാവരും തമ്മിൽ അവയവങ്ങൾ. കണ്ടോ? എന്റെ ശരീരത്തിൽ എന്തെല്ലാം അവയവമുണ്ടെന്ന് കണ്ടോ? കണ്ടോ? ഈ വിരൽ ഇവിടം വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കട്ട് ചെയ്യാം, ഇതിന്റെ കണക്ഷൻ തലച്ചോറ് വരെ കിടക്കുകയാണ്. നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റത്തില്ല. പറിച്ചാൽ അതിന്റെ കണക്ഷൻ തലച്ചോറ് വരെ ഉണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കുറച്ചു നേരം വെച്ചിരുന്നാൽ അതങ്ങ് അഴുകിപ്പോവും, അല്ലേ? തലച്ചോറ് പറയുകയാണ് ചലിപ്പിച്ചോളാൻ. കണ്ടോ? ചലിപ്പിക്കുന്നുണ്ടോ? തലച്ചോറ് പറയുന്നത്. തലച്ചോറ് പറഞ്ഞെന്ന് പറഞ്ഞ് ചലിക്കുകയല്ല, ഹാർട്ട് കറക്റ്റായിട്ട് രക്തം കൂടെ പമ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? പലരായ നാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ പലരായ നാം പിന്നെയും പലരായിട്ട് വർക്ക് ചെയ്യും. ശരിയല്ലേ? ശരിയല്ലേ?
അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് കഴിഞ്ഞ് അങ്ങ് ഓടിക്കളയുന്നൊന്നും ആരും വിചാരിക്കേണ്ട. അനന്തര സംഭവം ഞാൻ പറഞ്ഞുതരാം, ഇവിടെ കാണും. അങ്ങനെ പോകത്തില്ല, അങ്ങനെ കർത്താവ് നമ്മളെ എടുക്കത്തില്ല. നിങ്ങൾ ഓർക്കണം, 6 ലക്ഷം ജനത്തെ കർത്താവ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവർ നല്ലവരാണെന്ന്. പക്ഷെ 40 കൊല്ലം കൊണ്ട് കർത്താവ് തെളിയിച്ചു, അല്ലെങ്കിൽ ഈ ജനം തെളിയിച്ചു, ഞങ്ങളൊന്നും ഗുണം പിടിച്ചവരല്ല. 6 ലക്ഷം പേർക്ക് കർത്താവ് ചെങ്കടൽ ക്രോസ് ചെയ്ത് കൊടുത്തു. 6 ലക്ഷം പേർക്ക് മരുഭൂമിയിൽ സകലതും കൊടുത്തു. ഒരുത്തൻ്റെയും കാല് വീങ്ങിയിട്ടില്ല, ഗുളിക കഴിക്കേണ്ടി വന്നിട്ടില്ല, ആഹാരം പാചകം ചെയ്യേണ്ടി വന്നിട്ടില്ല, ഒരു റിസ്ക്കും എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ സ്വന്തം കയ്യിലിരിപ്പ് കാരണം കനാനി കാല് വെക്കാൻ പറ്റിയില്ല. വെറും 6 lakhs. സ്തോത്രം. ഭൗമിക കനാനിൽ കർത്താവ് ഇത്രയും ശരിക്ക് സ്കാൻ ചെയ്താണ് കയറ്റിയതെങ്കിൽ സ്വർഗീയ കനാനിലെ ഗതി ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഓർക്കണം, ഇത്രയും സ്കാൻ ചെയ്ത് കയറ്റിയിട്ട് പോലും 2 എണ്ണത്തിനെ കൊണ്ടെത്തിച്ച കനാലിൽ പിന്നെയും 400 കൊല്ലം കഴിയുമ്പോൾ കർത്താവ് ദേശത്ത് നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇരമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഗുണവും ഫലവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളോ ദേശത്തെത്തിയ ശേഷം അറപ്പാക്കി. ദാറ്റ് മീൻസ് എന്നെ നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ ചിലർ ചർച്ചിനകത്ത് എത്തിയതിന് ശേഷം, ചർച്ചിലെ കമ്മിറ്റി കയറിയതിന് ശേഷം കർത്താവ് ചർച്ചിലില്ലല്ലോ. ശരിയല്ലേ? ആ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയുള്ള ഗതിയാലോ ചോദിക്കുക. സ്വർഗം വിട്ട് കർത്താവ് ഇറങ്ങേണ്ടി വരും. മൂപ്പർക്ക് പിന്നെ എവിടെ പോകാൻ പറ്റും? അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധത്തിന് വേണ്ടി കർത്താവ് തയ്യാറാവില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളെ ഈ പരുവത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോയ സ്വർഗത്തിന്റെ ഗതി എന്താവും? നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിലെ ഗതി എന്താണ്? നിങ്ങൾ ചർച്ച് കമ്മിറ്റിയിലുള്ളപ്പോൾ ചർച്ചിന്റെ ഗതി എന്താണ്? കണ്ട, എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലത്തെ ബുദ്ധിയുള്ള ആൾക്കാരെ കിട്ടിയിട്ട് കുറേ കാലമായി. സ്തോത്രം. പെട്ടെന്ന് നല്ലവരാണ് നിങ്ങൾ. സ്തോത്രം. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ എവിടെ കൂടെ ഇറങ്ങിപ്പോകാന്ന് ആലോചിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതല്ല, ഇയാൾ പ്രസംഗിക്കുന്ന ഇതിലെങ്ങും പെടാതെ ഇതിൻ്റെ അകത്തൂടെ ഊടുവഴി കാണുമല്ലോ. ചിലരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്, ഇതിലെവിടാണ് ലൂപ്പ് ഹോൾ, ഇറങ്ങിച്ചാടാൻ. നല്ല കഴിവുള്ള അഡ്വക്കേറ്റുമാർ അങ്ങനെയാണ് അല്ലേ? കറക്റ്റ് കൊലപാതകം ചെയ്തവനെയും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടും. അയാൾ കത്തിയും കൊണ്ട് നടന്നു വന്നപ്പോൾ മറ്റേ ആൾ വന്ന് കയറിയതാണെന്ന് പറയും. ശരിയല്ലേ? അത്രയും കഴിവുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കർത്താവേ കൈവിട്ട് പോകരുതേ എന്നും വെച്ചിട്ടാണോ ഇരിക്കുന്നത്? അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാനുള്ള വഴി തപ്പുകയാണോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മക്കളെ വായിക്ക് 11 ഞാൻ ഒന്നുകൂടെ വായിക്ക്. യോഹന്നാൻ സുവിശേഷം 17:11. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാക്കണമേ. വായിക്കേ. അവരോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. ഇനി 21, 23 കൂടെ ഒന്ന് വായിച്ചോ. 21, 22, 23 വായിച്ചോ. 3 കൂടെ വായിച്ചോ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ. കണ്ട, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം യേശുവും പ്രാർത്ഥിക്കുകയാണ്. പിതാവിനോട് പറയാ, കർത്താവേ നീയാണ് എന്നെ അയച്ചതെന്ന് നാട്ടുകാർ, തിരുവല്ലാക്കാരെല്ലാവരും, ജാതികളായ എല്ലാവരും വിശ്വസിക്കാൻ, അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. സെയിം ഫ്രേസ് ഉപയോഗിക്കുകയാണ്. കണ്ടോ? നാട്ടുകാരറിയണം യേശുവിനെ അയച്ചത് പിതാവാണെന്ന്. ഏതു വഴി? നമ്മൾ ഒന്നാകുന്നത് വഴി. ആ പ്രോഗ്രാം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് നടക്കാത്തത്. ശരിയല്ലേ? ശരിയല്ലേ? നിരീശ്വരവാദികൾ കയറി വരികയാണ് അല്ലേ? പിന്നെ മുട്ടുവേദന, പനി, തലവേദന മാറ്റി കൊടുക്കുന്ന കുറച്ച് കൂട്ടങ്ങൾ ആൾക്കാർ കയറി വരുന്നു എന്നേ ഉള്ളൂ. അതിനകത്ത് കർത്താവൊന്നുമില്ല. ആൾ കയറി വരുന്നുണ്ട്, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിശാച് ഇതിലൊന്നും ബേജാറല്ല. നമ്മളിങ്ങനെ ഉപദേശം എന്ന് പറഞ്ഞ കുറച്ച് ചർച്ചക്കാരിപ്പുണ്ട്. ഭയങ്കര ഉപദേശമാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലാണ്ടോ? മറ്റവർ ഉപദേശമൊന്നുമില്ല, കുറേ അത്ഭുതങ്ങൾ കാണും, അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന വ്യത്യസ്ത പരിപാടികളാണ്. എൻ്റെ ചോദ്യം, കർത്താവാണ് പുത്രനെ അയച്ചതെന്ന് നാട്ടുകാരറിയണമെങ്കിൽ നമ്മൾ ഒന്നാകണമെന്ന്. ഈസ് ഇറ്റ് പോസിബിൾ? ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, പ്രോഗ്രാം തീർന്നു. ഇത് പോസിബിൾ ആക്കാൻ, അതാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, കർത്താവ് ഇതെങ്ങനെ നടക്കും? ഇത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം.
ദൈവത്തിന് സാധ്യമാകണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങ് വീഴണം. കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാത്തിനും തയ്യാറാണ്. ആരോടും ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ആരോടും ഒന്നാകാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമോ? നമ്മൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല. നമ്മളൊരു ഡിസിഷൻ വച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് ആരുടെ പിണക്കമൊന്നുമില്ല, പക്ഷെ ഞാൻ അവരുടെ വീട്ടിൽ പോകില്ല, അല്ലേ? ഞാൻ അവരുടെ ആത്മാർത്ഥമായി ക്ഷമിക്കുകയാണ്, പക്ഷെ അവരുമായിട്ടൊരു ബന്ധം എനിക്കില്ല. അത് കൊള്ളാൻ നന്നായിട്ടുണ്ടല്ലേ? ഈ ഉടായ്പൊക്കെ കൊണ്ട് പരിപാടി നടക്കുകയല്ല. മാനസാന്തരപ്പെടുന്നെങ്കിൽ ഒറിജിനലായിട്ട് മാനസാന്തരപ്പെടണം, വേറെ പരിപാടി ഒന്നും നടക്കില്ല. സ്തോത്രം അല്ലേ? ഇപ്പൊ സംഘടനയുടെ മീറ്റിംഗ് വെച്ചാൽ ആൾക്കാർ ഇടിച്ചു കയറും. IPC കൺവെൻഷന് IPCക്കാർ എല്ലാവരും കയറും, ഷാരോൺ കൺവെൻഷന് ഷാരോൺകാർ കയറും, ചർച്ചക്കോടുകാർ കയറും, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിപ്പോൾ ഗോഡ്സ് ആർമി എന്നോട്ട് പറഞ്ഞ സംഭവം ആയതുകൊണ്ട് ആർമിയിൽ ഒരുപാട് ആളായിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ ഇത് മതി, ശക്തി തെളിയിക്കാൻ ഒരു ഗ്രൗണ്ട് എടുക്കുന്നു, ഒരു തകർപ്പ് കറക്കുന്നു. ദാറ്റ്സ് ഇനഫ്. സ്തോത്രം. ഇപ്പൊ പുതിയ പരിപാടിയുണ്ട്, എനിക്കത് കേട്ട ചിരി തോന്നുകയാണ്. ഓരോ സംഘടനയിലും അവരവരുടെ സംഘടനയിലെ പ്രസംഗരെ മാത്രമേ വിളിക്കാവൂ, കാരണം അവരെ വെളിയിൽ ആരും വിളിക്കുന്നില്ല. എന്താണ് പരിപാടി എനിക്ക് മനസ്സിലായി. കണ്ടോ, പ്രസംഗകരെ പോലും അവരവരെ തന്നെ വിളിക്കാൻ പാടുള്ളൂ. ഒന്ന് ഇവിടെ ഒന്നാവാൻ പറയുകയാണ്. ഇത് ഒരു നടക്കി പോകുകയല്ല. ഞങ്ങളെയൊന്നും വിളിക്കണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഓടി ഒന്ന് പ്രസംഗിക്കാനുള്ള ടൈമും ഇല്ല. ഞാനെന്ന് എൻ്റെ കൂടെ ഒന്ന് സൗകര്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു, കണ്ടോ ഇവിടെ വന്നാൽ ഇത്രയും ആൾക്കാരാണ് വരാൻ സാധ്യത, ഇത്രയും പേർക്ക് വേണ്ടി പ്രസംഗിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇന്ന് തീട്ട് വീട്ടിൽ എത്തുമ്പോൾ നട്ടപ്പാതിരിയാവും അല്ലേ? എനിക്ക് 5000 പേർക്ക് പ്രസംഗിക്കാൻ കൈലി കൊണ്ട് കൊടുത്തോണ്ട് സ്റ്റുഡിയോ കയറി ഇരുന്നാൽ മതി. 2 മണിക്കൂർ കൊണ്ട് 5000 പേര് കണ്ടോളും. അതാണ് സുഖം. അവർ വചനം കേട്ടോളും. അത് ഗുണം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇത്രയും റിസ്ക്കുള്ള പരിപാടിയാ. വന്ന് ഒന്നാവാൻ പറഞ്ഞ ഒന്നാവോ? എവിടെ ഒന്നാവാൻ? ഓരോന്നാവും അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും ക്ഷമിക്കുകയല്ലെന്ന്, മക്കൾ തമ്മിൽ ക്ഷമിക്കുകയല്ലെന്ന്, വിശ്വാസിയും തമ്മിൽ ഒരു ക്ഷമയും ഇല്ല. നമ്മളെല്ലാവരും കൂടെ എങ്ങോട്ട് പോകുമെന്നാണ് ഈ പ്രതീക്ഷിക്കുന്നത്? ആരാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത്? കർത്താവ് വരും നിശ്ചയം. കർത്താവ് പറഞ്ഞൊരു തെളിവിതാ. എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നനയ്ക്കാത്ത നാഴികയിൽ വരും. അങ്ങനെയാണെങ്കിൽ പറ്റിയ സമയത്താ. നമ്മൾ നനയ്ക്കുന്നേ ഇല്ല അല്ലേ? ഇവിടെ പിന്നെ ഷായിച്ചാൻ 10 പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, പഴയ പാട്ടുകൾ, അതേ പാടാവൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആ സാധനങ്ങൾ കേൾക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ സംഭവത്തിൽ കൂടെ പോയേണ്ടി വന്നേനെ. സ്തോത്രം. ഇനി പൗലോസ് പറഞ്ഞ പദപ്രയോഗം ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. സ്തോത്രം. ഇത് 17 ഞാൻ അങ്ങ് വിടുകയാണ്, സമയമില്ലാത്തതിന് വിടുകയാണ്. സിമ്പിളാണ്. നമ്മൾ ഒന്നാവണം. കർത്താവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഒന്നായിട്ട് നമ്മൾ കർത്താവിലാവണം. എല്ലാം കൂടി അങ്ങ് സ്വർഗത്തിൽ പോകും. ഒന്നാകൽ പരിപാടി മാത്രമേ സ്വർഗത്തിലുള്ളൂ. ഒരെണ്ണം പോലും വേർപെട്ടിരിക്കുന്നത് സ്വർഗത്തിൽ എടുക്കത്തില്ല, നരകത്തിൽ പോകുള്ളൂ. കാരണം നരകത്തിലാണ് സെപ്പറേറ്റ് ആവുന്ന പരിപാടി. അവിടെയാണ് നിത്യമരണം, നിത്യ വേർപാട്. സ്വർഗത്തിൽ നിത്യജീവനാണ്. ഓക്കെ, ഞാൻ ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും പറയുന്ന ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിച്ച് ഞാൻ അങ്ങ് വിടുകയാണ്. പൗലോസ് പറയാണ് നമ്മൾ എല്ലാവരും ഒരു ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങൾ. കണ്ടോ, 10 വിരലുകൾ ഒരുപോലെ പ്രവർത്തിക്കുന്നത് കണ്ടോ? ഇവിടെ ഒരു ആവശ്യം വന്നാൽ ഓടി ഈ കൈ വരും, ഇവിടെ ഒരു ആവശ്യം വന്നാൽ ഓടി ഈ കൈ വരും. കണ്ടോ, എല്ലാം ഒരുമിച്ച് ഓർക്കാവുന്നുണ്ടോ? കാരണം അങ്ങനെയാണ് സെറ്റിംഗ്. നമ്മുടെ വിശ്വാസികൾ തമ്മിൽ അങ്ങനെ പോവുക, അങ്ങനെ പോവില്ല. പാസ്റ്റർമാർ തമ്മിൽ പോവോ? ഇല്ല, പോവില്ല. അങ്ങനെ നമ്മൾ പോകത്തില്ല. നമ്മൾ സെപ്പറേറ്റ് ആണ്. 5 വിരൽ 5ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കൂ. സ്ട്രോക്ക് ഒക്കെ അടിച്ചിട്ട് ആൾക്കാർക്ക് നിൽക്കുന്നുണ്ടല്ലേ? ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഭയങ്കര പാടാണ്, ഭയങ്കര റിസ്ക്കാണ്. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്കൊന്ന് ഏണിന്നൊന്ന് വീണുപോയി. എൻ്റെ ഷോൾഡറിലൊരു കുത്തുകുത്തി, കൈ തൂങ്ങിപ്പോയി. ഇപ്പോൾ ഇതൊന്ന് പൊക്കിപ്പറക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഞാൻ പെട്ട വേദന, വീഴാൻ ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് ക്ലോക്കിലെ സൂചി ഇങ്ങനെ ആവുന്നതിന് മുമ്പ് ഞാൻ വീണ് കഴിഞ്ഞു. പ്രോഗ്രാം ഫിനിഷ്, കൈ താന്നും കഴിഞ്ഞു. കൈ പൊക്കിക്കൊണ്ട് വരാൻ 2 മാസം കൊണ്ട് എടുക്കുകയാണ്. 2 മാസം വേദന എന്ന് പറഞ്ഞാൽ അസാധ്യ വേദന. ഇടയ്ക്ക് കഷായം കുടിപ്പിച്ചു, ഇറച്ചി മീൻ മുട്ടയൊന്നും തിന്നാൻ പാടില്ല, ആകെ വല്ലാത്ത പ്രശ്നം. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ഒരു ഭാഗം ശരിയാക്കാൻ ഇത്രയും റിസ്ക് എടുത്താലേ നടക്കുകയുള്ളൂ. ഇത്രയും റിസ്ക് എടുത്ത് സഭയിൽ ഒരു വിശ്വാസിയെ ശരിയാക്കാൻ നമ്മളാരും തയ്യാറാവൂല. ഒരാളെ ശരിയാക്കാൻ വേണ്ടി ഇറച്ചി മീൻ മുട്ടയും ഒരാഴ്ച തിന്നരുതെന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും അയാൾ വേണേൽ ശരിയാവട്ടെന്ന് പറയും. ഇല്ലേ, നമ്മളിരിക്കത്തൊന്നുമില്ല അല്ലേ? ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 2 ആഴ്ച പൗച്ചിൽ കെട്ടിയിടണമെന്ന് പറഞ്ഞു. ഞാൻ പൗച്ചിൽ കെട്ടിയിട്ടുണ്ട് എടുത്തു. പിന്നെ ഒരു പ്രശ്നം തന്നെ, കൈ പൊങ്ങത്തില്ലെന്നേ ഉള്ളൂ, താഴോട്ടുള്ള വർക്കൊക്കെ എനിക്ക് ചെയ്യാം. അതുകൊണ്ട് ഗാർഡനിൽ വെള്ളം ഒഴിക്കാനൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്ക് പൗച്ചിൽ കൈ ഇളക്കിയിട്ട് ഞാൻ ഓസൊക്കെ വലിച്ചുകൊണ്ട് കിടക്കും. എവിടെ ശരിയാവാൻ? അങ്ങനെ ശരിയാവില്ല. അപ്പൊ ശരിക്കും അവർ പറഞ്ഞതുപോലെ കെട്ടിയിട്ട് മര്യാദയ്ക്ക് കിടക്കണം. എവിടെ മര്യാദയ്ക്ക് കിടക്കാൻ? നമ്മൾ അങ്ങനെ ചെയ്യല. അത് പറഞ്ഞേ, സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ പോലും ചെയ്യാത്ത നമ്മളാണ് വേറൊരാളിന് വേണ്ടി കെട്ടിയിട്ടുണ്ട് കിടക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഒന്നിലും നമ്മൾ അയാളെ പള്ളിയിൽ നിന്ന് പറഞ്ഞു വിടും, അല്ലെങ്കിൽ അയാൾ തന്നെ പോകും. അയാൾ പോയി വേറെ പള്ളി തുടങ്ങും.
സ്തോത്രം. ഒരു ശ്മശാന മൂകത. നാളേക്ക് വരുന്ന ദൈവദാസന്മാർ ഇത് മെയിൻറ്റെയിൻ ചെയ്തോളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ ആദ്യം കൊണ്ടുവന്നത് നന്നായി. സ്തോത്രം. പലരായ നമ്മൾ ഒന്നാണ്. ശ്രദ്ധിക്കണേ, വ്യത്യസ്ത അവയവങ്ങൾ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ശാസ്ത്രം അങ്ങ് പഠിച്ച് വലുതായേ. അപ്പോൾ അവർ പറയുകയാണ് ഈ അവയവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഭയങ്കര കണ്ടുപിടുത്തം. അടുത്തും പിന്നീട് അവർ ശാസ്ത്രം പഠിച്ച് വന്നപ്പോൾ പിന്നെ അവർ കണ്ടുപിടിച്ചു ആറ്റമാണ് അതിലും ചെറിയ ഘടകം. ആറ്റം ചേർന്നാണ് കോശം ഉണ്ടായത്. പിന്നെ അവരിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു ക്വാർക്സ് എന്ന് പറഞ്ഞൊരു ഏടാകൂടം ചേർന്നാണ് ഇത് ആറ്റം ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ബാക്കിൽ പോകും കേട്ടോ, അത് പിള്ളേരുടെ കാലത്താവട്ടെ. നമ്മൾക്ക് ഇത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് 3 ക്വാർക്സ് പ്ലസ് ഒരു ന്യൂട്രോൺ. മനസ്സിലാണ്ടോ? ഇത് 3 ചേരണം. 3 ക്വാർക്സ് ചേരുമ്പോൾ ഒരു ഇലക്ട്രോൺ, 3 ക്വാർക്സ് ചേരുമ്പോൾ ഒരു പ്രോട്ടോൺ, പിന്നെ ഒരു ഇലക്ട്രോൺ. അപ്പോൾ 7 പേരായ. അപ്പോൾ ഇതിൽ പ്രോട്ടോൺ എങ്കിലും ഉണ്ടാവണമെങ്കിൽ 3 പേര് ചേരണം. ഞാനും ഷായിച്ചാനും ഇവിടെ ആരെങ്കിലും ഒരാളും കൂടെ ചേർന്നാലേ ഈ സാധനം ആവുള്ളൂ. എങ്കിൽ ഒരു കാലത്തും ആ സാധനം ആവൂല. കാരണം നമ്മൾ 3 പേര് ഒന്നാവൂല. അപ്പം 3 പേര് ഒന്നായാലേ പ്രോട്ടോൺ ആവുള്ളൂ, 3 പേര് ഒന്നായാലേ ഇലക്ട്രോൺ ആവുള്ളൂ. അടുത്ത ഒരാൾ കൂടി ചേർന്നാലേ ഒരു തന്മാത്രയാവുള്ളൂ, ആറ്റമാവുള്ളൂ. ഇങ്ങനെയുള്ള 100 ട്രില്യൺ ആറ്റം ചേരുമ്പോഴേ ഒരു കോശമാവുള്ളൂ. അങ്ങനെയുള്ള 100 ട്രില്യൺ കോശം ചേരുമ്പോഴേ ഒരു ശരീരമാവുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ വല്ല നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ ഒരു ക്വാർക്കാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ. 3 ക്വാർക്ക് ചേർന്നാലേ ഒരു പ്രോട്ടോൺ ആവുള്ളൂ. നമ്മൾ 7 പേര് ചേർന്നാലേ ഒരു ആറ്റം ആവുള്ളൂ. 100 crores ആറ്റം 100 ട്രില്യൺ ആറ്റം ചേർന്നാലേ ഒരു കോശം ആവുള്ളൂ. നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? 100 ട്രില്യൺ കോശം, ഇതെല്ലാം നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കേട്ടോ. 100 ട്രില്യൺ കോശം ചേർന്നാലേ ഒരു മനുഷ്യ ശരീരം ആവുള്ളൂ. ആവും തോന്നുന്നുണ്ടോ? ഒരു ചർച്ചയിൽ നിന്ന് 7 പേര് സ്വർഗത്തിൽ പോകുന്നെങ്കിൽ ഒരാറ്റമായി എന്ന് വയ്ക്കാം. 7 ഏത് ചർച്ചയിൽ നിന്ന് പോവും? അത് 7 ചർച്ചയിൽ നിന്ന് എടുക്കേണ്ടി വരും. അത് ഒരിക്കലും നടക്കൂല. കാരണം 7 സംഘടന. പിശാചിന് ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. വഴി കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കിടന്ന് കാണിക്കുകയുള്ളൂ, ഇതിൻ്റെ വെളിയിൽ ഇറങ്ങില്ലെന്ന് പിശാചിനൊക്കെ ഉറപ്പാണ്. പിന്നെ ഒരു ചർച്ചിൻ്റെ കമ്മിറ്റിയിൽ വല്ലതും കയറിയാൽ പിശാചിന് 100% ഉറപ്പിക്കാം ഈ പാർട്ടി ബൈബിൾ പോലും ഇനി വായിക്കാൻ സാധ്യതയില്ല. കാരണം മിനിറ്റ്സ് ബുക്കാണ് വായിക്കുന്നത്. സ്തോത്രം. എന്നെ ഉപദ്രവിക്കുകയോ കൈവെക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ അവിടെ നിന്ന് 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളിന് ഇച്ചിരി കാല് വയ്യ. ദൈവമക്കളെ, നമ്മൾ കഥ ശരിക്കും മനസ്സിലാക്കണം. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത് നമ്മളെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത് ഒന്നാക്കാനാ. ഒന്നാക്കിയിട്ടേ കർത്താവ് പോകത്തുള്ളൂ. ആ ഒന്നിനെ കർത്താവ് എടുക്കും, വേറെ ഒന്നിനും കർത്താവ് എടുക്കത്തില്ല. ഞാൻ മടങ്ങി വരാം. ആ ഒന്നായിരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് സ്വർഗത്തിൽ കാഹളം ധ്വനിപ്പിക്കും. അപ്പൊ ആ ഒന്നായ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതിൽ ആരുണ്ടാവും? നമ്മൾ ഉണ്ടാവും. അങ്ങ് പറയും, ഇരിക്കട്ടെ. ഉണ്ടാവും. നമ്മൾ ശ്രമിച്ചാൽ മതി, നടക്കും. നമ്മളെ അതിന് നമ്മളെ അങ്ങനെ ആക്കാനാ പുത്രൻ ഭൂമിയിൽ വന്നത്. എന്നിട്ട് സ്വർഗത്തിൽ ചെന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഭൂമിയിലുണ്ട്. എന്നിട്ടും നമ്മൾ ശരിയാവൂലെങ്കിൽ കർത്താവിൻ്റെ കുഴപ്പമല്ല, നമ്മളെ കുഴപ്പമാണ്. കണ്ടോ? പിതാവ് മാത്രം അവിടെ നിലനിന്നിട്ട് പുത്രനെ പറഞ്ഞു വിട്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കി, എന്നിട്ട് ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഇപ്പം മഹിമയോട് വലതുഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം. ജോബി അവനെ കുഴപ്പമില്ല, ശരിയാവും കർത്താവേ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുക. കണ്ടോ? ഇത്ര റിസ്ക് സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ നേടിയെടുക്കാൻ വേണ്ടി കാണിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ നടന്നാൽ, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ദൈവമക്കളാകാൻ കഴിയും. മനസ്സ് വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ചോദിക്കും അതെങ്ങനെ കഴിയും? നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയോ? അല്ലേ? ഒരു സാധനം തിന്നണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ തീറ്റിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. തിന്നിട്ടേ പോവുള്ളൂ നിങ്ങൾ തീരുമാനിച്ചാൽ തിന്നിക്കാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. കൊച്ചു ഡിസിഷൻ തന്നെ നമ്മുടെ അടുത്ത് ചെയ്തിരിക്കും. പെൺപിള്ളേരൊക്കെ കണ്ടില്ലേ? കൊച്ചു പിള്ളേരെ എവൻ്റെ കൂടെ പോകുന്നവരെ പോയിരിക്കും. ജീവിതം ട്രെയിൻ പാളത്തിലാണ്. എന്നാൽ ഒരു പോവും. ഇത് അവർക്ക് അറിയെങ്കിലും പോവും. എടാ, അതിന്റെ പകുതി റിസ്ക് അല്ലേ ഉള്ളൂ സ്വർഗത്തിൽ പോകാൻ. ശരിയല്ലേ? ഇതിന്റെ പകുതി റിസ്ക് അല്ലേ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരുത്തൻ, ഞാൻ അവിടുത്തെ പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ, ഗുണം പിടിച്ചില്ല. തലയിൽ മണ്ണെണ്ണ എടുത്തൊഴിച്ച് തീ കൊളുത്തി. എന്നിട്ട് അവിടെ മരത്തിൽ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് ചത്തു. ഞാൻ ചിന്തിച്ചു പോയി, എടാ ഇവൻ ഇത്രയും റിസ്ക് ഇല്ലല്ലോ സ്വർഗത്തിൽ പോകാൻ.
അവനെല്ലാവരുടെ 95% കത്തിപ്പോയി. ചുറ്റുപാടുള്ളവർ തൂക്കിയെടുത്ത് കസരയിരുത്തി പൊക്കിയെടുത്തോണ്ട് വരുമ്പോ അവന്റെ ഭാര്യ എതിരെ നിൽക്കുക. അവളടുത്ത് പറയാം, നീ മാത്രം എൻ്റെ അടുത്ത് വരരുത്. എടാ 95% ശരീരം കത്തി അവന്. എന്നിട്ട് പോലും ഭാര്യയോട് വെറുപ്പാണെങ്കിൽ ഇവനേക്ക് എങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകും? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതാണ് വചനം പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയം ദുഷ്ടതയുള്ളത്. ഈ ദുഷ്ടത മാറ്റാനാണ് കർത്താവ് വന്നത്. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ഫുൾ ടൈം നമ്മുടെ കൂടെ നിന്നിട്ടും നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഫയൽ എടുത്തുകൊണ്ട് വരണം. ഓഫീസിൽ കുടുങ്ങി കിടക്കുന്ന ഫയൽ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് വരണം. ഇതിനാണ് കർത്താവ് വന്നത് അല്ലേ? ഇവർക്ക് ചിട്ടി തള്ളിയിട്ട് കൊടുക്കണം പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇതിനൊക്കെയാണ് പരിശുദ്ധാത്മാവ് വന്നത്. എടാ നമ്മളെ ഇവിടുന്ന് എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് വന്നത്. അതിന് നമുക്ക് വേണ്ട. യു ഗോട്ട് ഇറ്റ്. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരാൻ പോവാണ്. ആരെ ചേർക്കാൻ? ആ ഒറ്റ ശരീരത്തെ ചേർത്ത് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ. ഒരുമിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒരുമിക്കാൻ തീരുമാനിക്കുക. ഭാര്യയായിട്ട് ഒരുമിക്കാനൊക്കോ, സഹവിശ്വാസികളായിട്ട് ഒരുമിക്കാനൊക്കോ, അടുത്തുള്ള ദൈവമക്കളുമായിട്ട് ഒരുമിക്കാൻ കഴിയുമോ? കഴിയുന്നിടത്തോളം ദൈവമക്കളുമായിട്ട് ഒരുമിക്കാൻ കഴിയുമോ? നിത്യരാജ്യത്തിൽ പോകാൻ വേണ്ടി ശ്രമം നടത്താൻ കഴിയുമോ? നിങ്ങൾ തീരുമാനിക്കുക. അത് ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ കയ്പും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കും, പിന്നെ ഗുണം പിടിക്കുകയല്ല. സ്തോത്രം. കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന രംഗത്തെ കുറിച്ച് പറയുന്നത് ഒരുപാട് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ക്ലോസിംഗ് സെഷനിൽ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതൽ 2 വാക്യം ഒന്ന് വായിച്ചു വിട്ടേ. 10 മുതൽ 2 വാക്യം. സമയമെടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതീകരിക്കട്ടെ, നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരാൻ പോവാണ്. എന്തിനാ കർത്താവ് വരുന്നത്? വായിക്കങ്ങളെ. ഓരോരുത്തന് അവൻ അവന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം കൊടുപ്പാൻ. പ്രതിഫലം എൻ്റെ കൈക്കലുണ്ട്. കർത്താവ് വരാൻ പോവാ പ്രതിഫലം തരാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ ഓരോ ആൾക്കാർ പറയുകയാണ് ദൈവമില്ല. പറഞ്ഞോളൂ, അത് പറയാനുള്ള സാവകാശം നിനക്ക് തന്നവനാണ് ദൈവം. സ്വതന്ത്രം. നമ്മൾ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടില്ല. എൻ്റെ പിള്ളേരെ നിങ്ങൾ എൻ്റെ ഡാഡി അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ച് വീട്ടിൽ നടക്കും. ഫീസ് പിന്നെ ഞാൻ അടയ്ക്കൂല, തുണിയും വാങ്ങിച്ചു കൊടുക്കൂല. അല്ലേ? ഡാഡി എന്ന് വിളിച്ചോണ്ട് കറങ്ങിക്കൊണ്ട് നിൽക്കണം അല്ലേ? ഞാൻ അവിടെ ചോറ് കഴിച്ചിട്ട് വെക്കുമ്പോൾ പാത്രം എടുത്തോണ്ട് പോകണം, കൈ കഴുകാൻ വെള്ളം എടുത്തോണ്ട് വരണം, പാൻറ് തേച്ച് തരാൻ പറഞ്ഞാൽ പാൻറ് തേച്ച് തരണം. ഇതെല്ലാം ചെയ്ത് എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നാലേ ഞാൻ ഫീസ് അടയ്ക്കത്തുള്ളൂ, കാര്യങ്ങൾ നോക്കത്തുള്ളൂ. ശരിയല്ലേ? നമ്മുടെ കർത്താവ് അങ്ങനല്ല. നമ്മൾ കർത്താവിനെ ചീത്ത പറഞ്ഞാലും നമുക്ക് കുറയാതെ ഓക്സിജൻ തരുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഒന്നും മുടക്കി കളയത്തില്ല. അവനെ വണ്ടി കയറ്റി കൊല്ലത്തില്ല. അങ്ങനെ ഒന്നും കർത്താവ് ചെയ്തില്ല. നമ്മൾ പതൊക്കെ ചുമ്മാ പറയുന്നതാ കർത്താവ് നിനക്ക് വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ടുണ്ടെന്ന്? അവന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് നമുക്ക് വെച്ചിട്ടില്ലേ? സ്തോത്രം. നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിച്ചോളാന്നും പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടിട്ട് ജീവിക്കുന്നില്ല. മറ്റവൻ അല്ലാതല്ലേ ജീവിക്കുന്നത്. അവൻ എഗ്രിമെന്റ് ചെയ്തിട്ടില്ലല്ലോ. അതിന് വിശ്വാസത്യാഗം എന്ന് പറയും. അൺഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഫെയ്ത്ത്ലെസ്നെസ് എന്ന 2 പദങ്ങളാണ് യെരമ്യാ ഉപയോഗിക്കുന്നത്. അൺഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഫെയ്ത്ത്ലെസ്നെസ് എന്ന 2 പദങ്ങൾ. അൺഫെയ്ത്ത്ഫുൾനെസ് ആണ് വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി ചെന്നു. പെണ്ണ് പറയുകയാണ് എനിക്ക് ഈ ചാന ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അവൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു. അതാണ് അൺഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ അവൻ ചെന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇയാളെ ഇഷ്ടമില്ല, എനിക്ക് വേറെ കാമുകനുണ്ട്. അതാണ് പെണ്ണ് മിടുക്കി. നമ്മളിതിൽ ഏതിപ്പെടും? നമ്മൾ പറഞ്ഞു കർത്താവേ നീ അല്ലാതെ ഞങ്ങൾക്ക് കാര്യമില്ല, എന്നെയും എനിക്കുള്ള സകലത്തെയും അല്ലേ യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. ആകെ 10 രൂപ 4 മടക്കി കൊണ്ടുവച്ചിട്ടാണ് ഈ പറയുന്നത്. സ്തോത്രം. വേറൊന്നും യാഗമായിട്ടൊന്നും കൊടുക്കുകയല്ല, ചുമ്മാ പറയുന്നതാ. നാട്ടുകാർ പറഞ്ഞിരിക്കുക ഞങ്ങളൊന്നും കൊടുക്കുകയല്ല. ഇതിൽ ആരുടെ കർത്താവിന് സ്നേഹം വരിക? ഞാൻ പറഞ്ഞു പിടി കിട്ടിയോ? കർത്താവ് നമുക്ക് എല്ലാവർക്കും തോന്നും പോലെ ജീവിക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആരെയും കോളറിനും പിടിക്കുകയല്ല, അരക്കെട്ടിനും പിടിക്കുകയല്ല. പക്ഷേ ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചു വെച്ചിരിക്കുന്നു. അവിടെയാണ് ഈ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കർത്താവ് പറയാം ഇതാ ഞാൻ വേഗം വരികയാണ്, ഓരോരുത്തരുള്ളത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ക്ലാസിഫൈ ചെയ്ത് പറയാൻ പോവാണ്. കർത്താവ് വേഗം വന്നു കഴിഞ്ഞാൽ
ആദ്യം സംഭവിക്കാൻ പോകുന്നത് തൻ്റെ കാന്തയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത് സംഭവിക്കാൻ പോകുന്നത് ന്യായവിധികളാണ്. ന്യായവിധി പ്രധാനമായും 3 എണ്ണമാണ്. സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധി, ഒരെണ്ണം നിന്നുകൊണ്ടുള്ളത്. അങ്ങനെ ഒരു 4 ന്യായവിധി ഉണ്ട്. സ്തോത്രം. സഭയെ നേരെ കൊണ്ടു ചെന്നാലുടൻ 2 കൊരിന്ത്യർ 5:10 ന്യായവിധിയാണ്. ഓരോരുത്തർക്ക് പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി. അങ്ങനെ ബേമ അല്ലെങ്കിൽ ബീമാ സീറ്റ് എന്ന് പറയും. വിശുദ്ധന്മാർക്കുള്ള ന്യായവിധിയാണ്. സ്വർഗത്തിൽ ചെല്ലുന്നവർക്കേ ഉള്ളൂ, ഇല്ലാത്തവർക്ക് അതില്ല. മനസ്സിലാണ്ടോ? ഒന്നായി ചേർന്ന് സ്വർഗത്തിൽ ചെല്ലുന്നവർക്കാണ് ആ ന്യായവിധി. ഒന്നാവാത്തവർ ഇതിന് റിസ്ക് പിടിക്കണ്ട. അപ്പൊ ഇത് പ്രതിഫല വിതരണമാണ്. മനസ്സിലാണ്ടോ? റിസ്ക് എടുത്തതിനുള്ള പ്രതിഫല വിതരണമാണ്. രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഈ ഭൂമിയെ ന്യായം വിധിക്കുന്നതാണ്. അത് നിന്നുകൊണ്ടുള്ള ന്യായവിധിയാണ്. അതാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള സാധനം. അത് കർത്താവ് അനുവദിച്ചാൽ ഞാൻ അടുത്ത ലാപ്പിൽ അത് പറയാം. മൂന്നാമത്തെ ന്യായവിധി, ഇന്ന് യേശു കർത്താവ് വന്നാൽ 7 കൊല്ലം ഈ ഭൂമിയിൽ യുദ്ധമാണ്. അതിന്റെ റിഹേഴ്സലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാണ്ടോ? 2023 ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച യുദ്ധം 2025 ലാസ്റ്റ് എത്തുമ്പോൾ ഇന്നേക്ക് 2400 കൊല്ലങ്ങൾക്ക് പുറകിൽ എഹെസ്കേൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 2 ചേരി കറക്റ്റായി തിരിഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ, മറു സൈഡിൽ ഫ്രണ്ടിൽ പേർഷ്യ, അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇറാൻ, തൊട്ടുപിറകിൽ റഷ്യ, പിന്നെ ആഫ്രിക്ക, പിന്നെ ജർമ്മനി. ഇപ്പൊ 2 ചേരി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചേരിയിലെ ശ്രേഷ്ഠനായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് യുദ്ധം അവസാന ലാപ്പിൽ കിടക്കുകയാണ്. അത് മൂപ്പർക്ക് ചുമ്മാ തോന്നുകയാണ്. അവസാനമൊന്നുമല്ല. അവസാന ലാപ്പിലേക്ക് കടക്കണമെങ്കിൽ അത് തന്നെ 3 ഘട്ടമാണ്. ആ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കർത്താവ് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ കാന്തയെ ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ then and there ഫൈനൽ റൗണ്ടിന്റെ ഫസ്റ്റ് റൗണ്ട് ആരംഭിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതിന്റെ ഫ്രണ്ട് നിൽക്കുന്ന കക്ഷികൾ ഇസ്രായേലും ഇറാനുമാണ്. ഇപ്പൊ രണ്ടുപേരും ഓക്കെ ആയല്ലോ. 2.5 കൊല്ലമായി ഏറെക്കുറെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഖമനയെ കൊന്നത്. എന്നിട്ടും ഇറാനെ തകർക്കാൻ പറ്റുന്നില്ല. അത്ര എളുപ്പമല്ല തകർക്കാൻ. ഇപ്പോൾ ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഒരു പരിപാടി നടക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു ശാന്തത ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രിയിൽ ബോംബിംഗ് രൂക്ഷമായിട്ട് അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിക്കാം. ഇല്ല, എത്ര കൊല്ലം നീട്ടിവെക്കും എനിക്കറിയില്ല. കർത്താവ് നീട്ടിവെക്കുമോ എന്ന് യാതൊരു ഐഡിയ ഇല്ല. എൻ്റെ അപ്പച്ചൻ പ്രസംഗകനായിരുന്നു. പക്ഷേ മൂപ്പർക്ക് ഇതൊന്നും പ്രസംഗിക്കാൻ കഴിയില്ല. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന കാരണത്താൽ മാത്രം രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് പ്രസംഗിക്കാം. പക്ഷേ എനിക്കിന്ന് ഇവിടെ നിന്ന് വാർത്തകളുടെ പത്രങ്ങൾ വെച്ച് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാം, ദേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ഞാൻ യുദ്ധത്തിന്റെ റൗണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇന്ന് കർത്താവ് വന്നാൽ 7 കൊല്ലം ഇവിടെ യുദ്ധം നടക്കും. ആ 7ാം കൊല്ലം സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു താഴേക്ക് ഇറങ്ങി വരേണ്ടി വരും. കാരണം ഇസ്രായേലിനൊരു മൂലക്കാക്കിയിട്ട് ബാക്കി മുഴുവൻ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കും. അമേരിക്ക അടക്കം, ബ്രിട്ടൻ അടക്കം ഇസ്രായേലിനെതിരായി വരും. അപ്പോൾ ഇസ്രായേലിനെ രക്ഷിക്കാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരും. അത് ഇന്ന് കർത്താവ് വന്നാൽ, ഇന്നിപ്പോ 2026 അല്ലേ, 7 കൊല്ലമാകുമ്പോൾ, കറക്റ്റ് 7 കൊല്ലമാകുമ്പോൾ, കറക്റ്റ് 7 കൊല്ലമാകുമ്പോൾ, 42 84 മാസമാകുമ്പോൾ, 3.5 7 കൊല്ലമാകുമ്പോൾ, സ്തോത്രം, അതൊക്കെ ഡേറ്റ് കറക്റ്റ് ആണ്. പിന്നെ അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. ടിക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. ആ സമയത്ത് നമ്മളിവിടെ പാടില്ല. പിന്നെന്തിനാണ് നിങ്ങളത് പഠിക്കാൻ നിൽക്കുന്നത്? ഇതിൽ നിന്നല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുക കർത്താവ്. കയറിപ്പൊക്കോണം എന്ത് വില കൊടുത്തും. താങ്ങാൻ പറ്റുന്ന രാത്രികളല്ല വരുന്നത്, താങ്ങാൻ പറ്റാത്ത ദിവസങ്ങൾ, താങ്ങാൻ കഴിയുന്നതല്ലത്. അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത്. ചില പറഞ്ഞ് വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടില്ലേ ചൂട്? എന്തായിരുന്നു ചൂട്? ഈ 2-3 മഴ കിട്ടാതിരുന്നെങ്കിൽ നമ്മളൊക്കെ ചത്തുപോയനെ സുഹൃത്തുക്കളെ. സ്തോത്രം, എന്തൊരു നിവർത്തികേടായിരുന്നു. പവർ ഷട്ട് കട്ടി അവരാരംഭിച്ചു. രാത്രിയിലൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വോൾട്ടേജ് ഇല്ല, AC ഓൺ ആകുന്നില്ല, ഫാന് കറങ്ങുന്ന പോലുമില്ല, തട്ടിന്റെ മണ്ടയ്ക്ക് കയറി കിടക്കേണ്ടുന്ന ഗതികേട്. സ്തോത്രം, ചർച്ചിനകത്ത് ഫുൾ AC ഇട്ടിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുക, കംപ്ലൈന്റ് ആയോ? തണുക്കുന്നില്ല. തണുക്കാത്തല്ല, പുറത്ത് ഭയങ്കര ചൂടാണ്. സ്തോത്രം, ചൂട് വർദ്ധിക്കുകയും കറണ്ട് കട്ടാവുകയും ചെയ്യാനുള്ള ഗതിയാലെ ചോദിക്കേ. നമ്മളൊക്കെ എപ്പോൾ ചത്തന്ന് കേട്ടാൽ മതി അല്ലേ? യുദ്ധം ആരംഭിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ അടിക്കുന്നത് നമുക്ക് എന്താണ്? അടുക്കളയിൽ പിടിച്ചല്ലോ സാധനം, അടുക്കളയിൽ പിടിച്ചില്ലേ?
ഗ്യാസ് കുറ്റി അവർ പറഞ്ഞു നമ്മൾ ആലോചിച്ചിട്ട് തരാം, മാസത്തിൽ ഒന്നെങ്കിലും കിട്ടുന്നത് ഭാഗം തരൂലെന്ന് പറഞ്ഞാലോ നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നു? ഗ്യാസ് കുറ്റിയുടെ കാര്യം പോട്ടെ, പെട്രോൾ ഡീസൽ തരില്ലെന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലും കഥ? ഗുളിക പോലും കിട്ടാത്ത അന്തരീക്ഷം വരും. വിചാരിക്കും പോലൊന്നും അല്ല കഥ. നേരെ ചൊവ്വ വൃത്തിക്ക് ചാവാൻ പോലും പറ്റാത്ത അവസരം വരുമെന്നറിയണം. സ്തോത്രം. അതിൻ്റെ കടുപ്പം പിടിച്ച സമയം വരുന്നതിന് മുമ്പ് നമ്മളെ കർത്താവ് കൊണ്ടുപോകും. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഒന്നാവുന്നവരെ, ഒരനാട്ട് നിൽക്കുന്ന ഒന്നിനെയും കൊണ്ടുപോകില്ല. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ അതാണ് മനസ്സിലാക്കാൻ. സ്നാനപ്പെട്ടു എന്ന കാരണത്താൽ ബൈബിളിൻ്റെ ബാക്കിൽ ഡാറ്റ എഴുതിയിട്ടുകൊണ്ട് നടക്കുകയാണ്. ഞാൻ പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബൈബിളിൻ്റെ ബാക്കിലെ ഡാറ്റ നോക്കിയല്ല കർത്താവ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട. നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അത്ര കാത്തിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസവും കണ്ടെത്തുകയല്ല, വിശ്വാസിയും കണ്ടെത്തുകയല്ല. ശരിയല്ലേ? കുറെ സംഘടനക്കാർ നമ്മളുണ്ട് ഇവിടെ. അതെ, പ്രസ്ഥാനക്കാര്. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. ദൈവമക്കളെ, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. പ്രസ്ഥാനമൊക്കെ നല്ലതാണ്. ഒരു ബിൽഡിംഗ് വെക്കണമെങ്കിൽ നമ്മളതിന് സ്കഫോൾഡിങ്സ് ഇടില്ലേ, ചാരം കെട്ടില്ലേ? അതിനെന്താ പറയുക, തട്ടെന്ന് പറയുമോ ഇവിടെ? തട്ടെന്ന് പറയുമോ? സ്കഫോൾഡിങ്സ്. തട്ടിങ്ങനെ കെട്ട്. അതിനാ അതിൻ്റെ മേളിൽ കയറുന്ന പണിയാൻ വേണ്ടിയാ. അതുപോലെ ആ പ്രസ്ഥാനം. ബിൽഡിങ് പൊങ്ങിക്കഴിയുമ്പോൾ ഈ ഇതങ്ങ് അഴിച്ചു മാറ്റണം. സ്കഫോൾഡിങ് അഴിച്ചു മാറ്റണം. സ്കഫോൾഡിങ് പൊങ്ങി നിൽക്കരുത്. പേരുകളൊക്കെ നല്ലതാ. അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, ഇതൊക്കെ പേരുകൾ നല്ലതാ. അത് നമ്മൾ ഇത്രയും പേര് കൂട്ടായ്മയായിട്ട് നമ്മൾ നിൽക്കുന്നു. നമുക്ക് ഫണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. രാജ്യദ്രോഹം ചെയ്യുന്നില്ല. ഗവൺമെന്റിന് കണക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പേര് വെച്ചിരിക്കുന്നതാ. അല്ലാതെ ആ പേരിന്റെ പേരിൽ നമ്മൾ തമ്മിൽ പണങ്ങരുത്. ആ പേരിന്റെ പേരിൽ വെറുതെ ബഹളം ഉണ്ടാക്കി നടക്കരുത്. ഭിന്നിപ്പുണ്ടാക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ കുറച്ചു കാലം ജീവിക്കുള്ളൂ എന്നറിയണം. ചെറിയൊരു പീരീഡാണ് നമ്മളിവിടെ ഉള്ളത്. തമ്മിലടിച്ച് ബഹളം ഉണ്ടാക്കിയും വെല്ലുവിളിച്ചും ജീവിക്കാതെ നമുക്ക് ഒരുമിച്ച് നിത്യതയ്ക്ക് ഒരുങ്ങാം. ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന മഹാകരുണയാണ്. ദൈവം നമ്മളോട് കാണിച്ചത് വലിയ ദയയാണ്. ഒരിക്കലും നമുക്ക് ആ നരകത്തിൽ നകത്തോട്ട് കയറാൻ വകുപ്പില്ലായിരുന്നു. നമ്മളെ സ്നേഹിച്ചിട്ട് ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു നമുക്ക് വേണ്ടി മരിക്കാൻ. ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിക്കുകയാണ്. അത്രയും റിസ്ക് നമുക്കില്ല. നമുക്കൊന്നാവാൻ ഒന്നായേ പറ്റൂ. നമ്മുടെ ഹൃദയം ഞുറുങ്ങണം. നമ്മൾ ഒന്നാകണം. എന്തും സഹിക്കാൻ കഴിയുന്നൊരു ശരീരം, ഒരു മനസ്സ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ദൈവമക്കളെ, ക്രിസ്തുവിനെ പോലെ ആകാനുള്ളൊരു കൃപ ദൈവം നമ്മുടെ മേൽ പകരും. ക്രിസ്തു നമുക്കതാ കാണിച്ചു തന്നത്. സകലതും കാണിച്ചു തന്നിട്ടാ പോയേക്കുന്നേ. ആ കർത്താവ് നമ്മളെ ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടി ആരംഭിക്കും. 7 കൊല്ലം കഴിയുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടും. ലോകരാഷ്ട്രങ്ങൾ ഒരുമിക്കും. അന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. സ്വർഗത്തിലെ സകല സൈന്യവുമായി. നമ്മൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളുണ്ടെന്നാ ചിലർ പറയുന്നേ, എനിക്കറിയില്ല. എൻ്റെ നിഗമനത്തിൽ നമ്മൾ പുതിയ ഭൂമിയിലെ വരത്തുള്ളൂ. ഇതിൽ വരത്തില്ലെന്നാണ് എൻ്റെ നിഗമനം. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ചെല്ലു പറയുന്നത് നമ്മൾ ഇവിടെ വരും, 1000 മണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നെങ്കിൽ ഇരുന്നോളൂ എന്നാൽ ഞാനും വരുന്നു. ഞാനെന്തിനാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? സൂത്രം. ചെല്ലു പറയുന്ന 1000 ആണ്ടിൽ ഇവിടെ വന്ന് നമ്മൾ MLA ആവും, MP ആവും. അതിന് ഇപ്പോഴും കയറി ഇലക്ഷൻ നിൽക്കൂ, എന്തെങ്കിലും ആയിക്കൂടി. അതുകൊണ്ടായിരിക്കും നമ്മുടെ ദൈവാസന്മാരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2026 ജനറൽ കൺവെൻഷൻ പ്രസംഗിച്ചു തുടങ്ങി, നമുക്ക് MLA വേണം. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ? നമുക്കും പീലാത്തോസ് വേണം, നമുക്കും ഹെരോദാവ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന കോളില്ല. 2026 പുരോഗമനമാണ്. 100 കൊല്ലമൊക്കെ ആവുന്നേ ഉള്ളൂ ഓരോ ചർച്ചകൾ. 100 കൊല്ലത്തിന് പുറകിലെന്നൊക്കെ പറഞ്ഞാൽ ഗ്രൗണ്ടിലൊക്കെ കരച്ചിലും നിലവിളിയും ദൈവകൃപയും അഭിഷേകവും ഒക്കെ ആയിരുന്നു. 100 കൊല്ലമൊക്കെ മാറിയപ്പോൾ അല്ലേ വേദികളിലൊക്കെ പ്രസംഗിക്കുന്നത് VD സതീശനൊക്കെയാണ്. സത്യം. സ്തോത്രം. VD സതീശനൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ജനം ആത്മാവിലാവുകയാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചാണ് ഇത്രയേ ഉള്ളൂ അല്ലേ പരിപാടി. ഇത് കണ്ടിട്ടാണോ പുള്ളി വനവാസത്തിന് പോകുന്നു എന്ന് പറയുന്ന കേട്ടു. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൊള്ളാതുള്ളത് ഇതാണെന്ന് വെച്ചിട്ടാണ്. ഇവിടെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് സാധനം വേറെയാണ് എന്ന് പറഞ്ഞാൽ തീയെന്നല്ല, അവിടത്തെക്കാൾ റിസ്ക്കാണ് പിടിച്ച് നിൽക്കാൻ അല്ലേ. അവിടെ വെട്ടാൻ രമേശനും വേറെ ആരോ ഒരാളൂടെ ഉള്ളൂ. ഇവിടെ 16 കിടക്കുകയാണ്. ഇവിടെ വെട്ടി ചെമ്മരിൽ ഒട്ടിച്ച് കളയും. സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും മനപ്രയാസം നിലനിർത്തിക്കൊണ്ട് അവസാനത്തെ ന്യായവിധിയിലേക്ക് കിടക്കുകയാണ്. ദൈവമക്കളെ മനസ്സിലായോ? നമ്മൾ ഇന്ന് കർത്താവ് വന്നാൽ നേരെ ചെല്ലുന്നവർക്ക് പ്രതിഫല വിതരണം. അത് കഴിഞ്ഞാൽ 7 കൊല്ലം ഈ ഭൂമിയെ ന്യായം വിധിക്കുന്ന യുദ്ധമാണ്. അതിൽ ഫസ്റ്റ് റൗണ്ട് ഒരു ചെറിയ അടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ സഖ്യകക്ഷികൾ, മറു സൈഡിൽ ഇറാൻ, പിന്നെ റഷ്യ, ആഫ്രിക്ക, ജർമ്മനി, ഇന്ത്യയും കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട്. 2 കക്ഷികൾ. അതിൽ അടിക്കാൻ സാധ്യത, എൻ്റെ നിഗമനത്തിൽ അടിക്കാൻ സാധ്യത അലക്സ പള്ളി പൊളിക്കലായിരിക്കും സംഭവം.
അലക്സ പള്ളി പൊളിച്ചു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഉഷാറടി നടക്കും. ആ പള്ളി പൊളിച്ചാൽ ഉടനെ ലോകം മുഴുവൻ ഭരിക്കാൻ ഒരു ഭരണാധികാരി വരും. ലോകം മുഴുവൻ ഭരിക്കാൻ ഒറ്റ ഭരണാധികാരി അല്ലേ? ഇപ്പൊ ചിലരുടെ നിഗമനം അനുസരിച്ച് മോഡി, പോപ്പ്, ട്രംപ് ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ആകാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല. മോഡിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ട്രംപ് അത്രയും കൊള്ളാമെന്ന് എനിക്കറിയില്ല. പോപ്പിനെ ഒന്നിനും കൊള്ളില്ല അല്ലേ? ദാനിയേൽ പ്രവചനം പറയുന്നു വിക്രമനായൊരു രാജാവ് വരും. അതിന് പറ്റിയ ആൾ നമ്മുടെ ആൾ തന്നെയാണ്. വി ക്രാക്ര എന്ന് പറയാം, ചുമ്മാ വിക്രമൻ എന്ന് പറയാതെ അല്ലേ? ആര് വരുമെന്ന് എനിക്കറിയില്ല. എതിർ ക്രിസ്തു അയാളാണെന്ന് ഞാൻ പ്രസംഗിച്ചൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ലോകം പറയുന്നത് ഇവർ 3 പേരിൽ ഒരാൾ ലോകം ഭരിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വരത്തില്ല. ഇസ്ലാമിക സഹോദരന്മാർ ഞങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് പിന്നെ സിറിയെന്ന് ഒരാൾ വരുമെന്നാണ് പറയുന്നത്. ഇഫ്സോ ജൊലാനി ആണോ എന്നൊന്നും എനിക്കറിയില്ല. എവിടെന്നെങ്കിലും ഫസ്റ്റ് റൗണ്ട് ഇന്ന് കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ തൊട്ടടുത്ത അടിയിൽ അലക്സ പൊളിക്കലും മറ്റു തര സംഭവങ്ങളും നടക്കും. ഉടനെ ലോകം ഭരിക്കാൻ ഒരു നേതാവ് വരും. അയാൾ 7 കൊല്ലം ഇവിടെ ഉണ്ടാവും. 7ാം കൊല്ലം അയാളുടെ കീഴിലാകും മുഴുവൻ പേരും, ഇസ്രായേൽ ഒഴികെ. അതിന്റെ നടുവിലൊക്കെ എത്തുമ്പോഴാണ് 666 വരുന്നത്. 666 പേടിക്കേണ്ട ഒരു സാധനമില്ല. നമ്മുടെ കയ്യിരിക്കുന്ന ആധാർ കാർഡ് കുറച്ചുകൂടി ചാർജ് ആവും, അത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഏത് സാധനത്തിന് പോകണമെങ്കിലും ആധാർ കാർഡിന്റെ നമ്പർ വേണം, ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഒരു ബാങ്കിൽ ഒരു ആവശ്യത്തിനായാലും റേഷൻ കടയിൽ ഒരു ആവശ്യത്തിനായാലും പിന്നെ എന്താവശ്യത്തിനും ആധാർ കാർഡ് നമ്പർ. കാരണം ആ ഒരു പിന്നിലാണ് കളി. ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ റെക്കോർഡ്സും ഒരു ചിപ്പിലാക്കി നെറ്റിയിലോ കയ്യിലോ വല്ലതും ഫിറ്റ് ചെയ്ത് തന്ന് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ സാധനം. അങ്ങനെ കണക്ട് ചെയ്തിട്ട് അന്നത്തെ ഗവൺമെന്റിന്റെ അപ്രൂവൽ അതിന്റെ പുറത്തുണ്ടായിരിക്കും. അതിന് പറയുന്ന പേരാണ് 666. ഞെട്ടിപ്പോണ്ട ഒരു കാര്യമില്ല. അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ എടുത്തോണം, എടുത്തില്ലെന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും സ്വന്തമായി ചിന്തിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അന്നത്തെ ഗവൺമെന്റ് തരില്ല. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അവരറിയും. അതാണ് അതിന്റെ പ്രത്യേകത. ഒളിച്ചോടാൻ പറ്റത്തില്ല. പോലീസിന് ഒരാളിനെ പിടിക്കണമെന്ന് വെച്ചാൽ ഒറ്റ ക്ലിക്ക് മതി. 2ാമത്തെ ക്ലിക്കിൽ അയാൾ ലോക്കാണ്. ഇപ്പം മാങ്കൂട്ടം ഒളിച്ചു പോയി, ആരും കിട്ടിയില്ല അല്ലേ? ഇനി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. രാജ്യ സുരക്ഷയ്ക്കാണ് അവരത് കൊണ്ടുവരുന്നത്. ലോക രാജ്യങ്ങൾ മുഴുവൻ അവരുടെ ഒറ്റ നിയന്ത്രണത്തിൽ നിൽക്കാൻ വേണ്ടി, ആരും പറ്റിക്കൽ റെക്കോർഡ്സ് ഒന്നും വയ്ക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സെറ്റപ്പാ. പാസ്ബുക്ക് ഇതിൻ്റെ അകത്ത്, സർട്ടിഫിക്കറ്റുകളെല്ലാം ഇതിൻ്റെ അകത്ത്, വ്യാജനൊന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇന്ന് MDവിന്റെ 4 എണ്ണം ഉള്ള പാസ്റ്റർമാരുണ്ട്, പഠിച്ചതല്ല. PhD വെച്ചോണ്ട് നടക്കുന്ന പാസ്റ്റർമാരുണ്ട്, പഠിച്ചതല്ല. ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് PhD 2 എണ്ണം ഉള്ളവരെ എനിക്കറിയാം. ആരിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, ഇതൊന്നും ഞാൻ പറയാൻ വന്നതല്ല. അന്ന് ഇത് നടക്കൂലെന്നാ പറഞ്ഞേ. സ്തോത്രം. എല്ലാവരും ടെൻഷൻ പിടിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും ടെൻഷൻ? നിങ്ങളുടെ ടെൻഷൻ കണ്ടാ തോന്നുന്നു ഞാനീ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങളാണ്. നിങ്ങൾ ചുമ്മെങ്കിലും സന്തോഷത്തിലിരിപ്പീറ്റ്. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയാം. ഒരു പറ്റിക്കലും നടക്കത്തില്ല. വണ്ടിയുടെ ബുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത്, വസ്തുവിന്റെ ബുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം അതിനകത്ത്, പാസ്പോർട്ട് എന്താ പറയുക, ബാക്കി സകല സാധനങ്ങളും ഇതിനകത്ത് ചിപ്പിൽ ഇത് ചെയ്തിട്ട് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യും. ചുമ്മാ ഏത് പോലീസുകാരനും ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ എല്ലാം കിട്ടും. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. അത്ര ക്ലിയർ ആക്കുകയാണ് അവരുടെ ഉദ്ദേശം. കള്ള വോട്ട് നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. എന്നിട്ട് അന്നത്തെ ഗവൺമെന്റ് അപ്രൂവൽ, ഏക ലോക ഗവൺമെന്റിന്റെ അപ്രൂവൽ 666. ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. അന്ന് ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഈ സാധനം ഏറ്റണം, ഏറ്റില്ലെങ്കിൽ അവന്മാരുണ്ടെന്ന് കൊന്നുകളയും. സ്വർഗത്തിലൊന്നും പോകത്തില്ല. അവർ കൊല്ലുന്നത് നിങ്ങൾ ഭീകരവാദി ആയതുകൊണ്ടാണ് കൊല്ലുന്നത്, രാജ്യദ്രോഹി ആയതുകൊണ്ടാണ് കൊല്ലുന്നത്, ഗവൺമെന്റ് പറയുന്ന പോലെ കാര്യം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കൊല്ലുന്നത്. അങ്ങനെ ചത്തെന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്നു പ്രതീക്ഷിച്ച് ഇതെടുക്കാതിരിക്കരുത്. ചിലര് ഇന്നും ആധാർ എടുക്കാത്ത ആൾക്കാരുണ്ട്. ഇതൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം ഇവിടുത്തെ റെക്കോർഡ്സാ. ഇതൊന്നും വെച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് കർത്താവ് വന്നാൽ ഇന്ന് പൊക്കോണം. പോയില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തോളണം. ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. പിന്നെ സ്വർഗത്തിൽ പോകാൻ ഓപ്ഷൻ ഉള്ളത് യഹൂദന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ ഇരിക്കും നമ്മളാരും യഹൂദനല്ലല്ലോ. അതുകൊണ്ട് കളി നടക്കത്തുമില്ല. ഓക്കെ. ഇപ്പൊ 7ാം കൊല്ലം ആകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരും. അത് നേരെ ഇറങ്ങി വന്ന് തേജസ്സിന്റെ സിംഹാസനം വെക്കും. വച്ചിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഈ 7 കൊല്ലം കവർ ചെയ്ത് നിൽക്കുന്ന യഹൂദന്മാരെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ കർത്താവ് മറയ്ക്കും. അപ്പോഴാ അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും ഒക്കെ അവരെ രക്ഷിക്കും. എന്നിട്ട് മുമ്പിൽ നിൽക്കുന്ന ജാതിയെ 2ആയിട്ട് പകുക്കും. 7 കൊല്ല പീഡാകാലത്തിൽ ഇസ്രായേലിനെ സംരക്ഷിച്ച കുറച്ച് പേരുണ്ട്. അവരെ കർത്താവ് സ്പെയർ ചെയ്യും. ബാക്കിയുള്ളവരെ കർത്താവിൻ്റെ വായിലെ വാളയച്ച് കൊല്ലും. അവരുടെ ശവത്തിൽ പക്ഷിയിരിക്കും. ആ ഡീറ്റെയിൽസ് ഒക്കെ മത്തായി 24 പറയുന്നുണ്ട്, വെളിപ്പാട് 19 പറയുന്നുണ്ട്. യു ഗോട്ട് ഇറ്റ്? ആ യുദ്ധത്തിന് അർമഗദോൻ എന്ന് പറയും.
അത് കഴിഞ്ഞ് നടക്കുന്നതാണ് ഈ തേജസിന്റെ സിംഹാസനം. അത് കഴിഞ്ഞ ഉടനെ 1000 ആണ്ടിലോട്ട് കടക്കും. അപ്പോൾ 1000 ആണ്ടിൽ ഇസ്രായേലിനെ സംരക്ഷിച്ച കുറേ ജനവും കാണും, ഇസ്രായേലും കാണും. നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മളെ ഈ ഭൂമിയിൽ തിരിച്ചു കൊണ്ടുവരാൻ നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി വേറെ ഭൂമി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അല്ലേ? TPA-കാർ പഠിപ്പിക്കാറുണ്ട്, ഈ വെക്കുന്ന ആൾക്കാർ വെക്കുന്ന വലിയ വീടുകളൊക്കെ അന്ന് ദൈവമക്കൾക്ക് താമസിക്കാനാണെന്ന്. ഇതിൽ താമസിക്കാനാണെങ്കിൽ ഞാൻ വരുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ വീട് ഒരുതും കൊള്ളാന്നുള്ള വീടാ. ഇതിൽ തന്നെ താമസിപ്പിക്കാനാണെങ്കിൽ ഞാൻ എന്തിനാ അങ്ങ് വാരിക്കെട്ടി പോകുന്നത്? ഞാൻ ഇത് ഒന്നുമില്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് തലേ കയറത്തുള്ളൂ. അംബാനിയെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് 1000 ആണ്ട് തിരിച്ചു കൊണ്ടുവന്ന് ഏത് വീട്ടിൽ താമസിപ്പിക്കും? ഞാൻ പറഞ്ഞ കഥ പിടിയിട്ടിയാ? ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ 800 മാത്രം, എന്താ പറയുക, മാരുതി 800 മാത്രം ഉള്ളവൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് ഇളക്കുകയാണ്, നിനക്ക് റോൾസ് റോയ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവനെ ഇളക്കാം. റോൾസ് റോയ്സ് ഓൾറെഡി ഉള്ളവനെ നമ്മൾ രക്ഷയിലേക്ക് നടത്തുമ്പോൾ നിന്നെ കൊണ്ടുവന്ന് റോൾസ് റോയ്സ് തരുമെന്ന് പറഞ്ഞാൽ അവൻ പോടെന്ന് പറയും. ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? പറഞ്ഞ് പിടികിട്ടുന്നുണ്ടോ? എല്ലാവർക്കും പിടികിട്ടുന്നെന്നാ എൻ്റെ വിചാരം, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. സ്തോത്രം. ഞാൻ തിരിച്ചു വരികയാണ്. 1000 ആണ്ട് കഴിഞ്ഞ ഉടനെ ഒരു യുദ്ധം, ഭൂമിയിൽ കെട്ടിയിരിക്കുന്ന പിശാചിനെ അഴിച്ചുവിടുന്നു. ഒരു യുദ്ധം ഇവിടെ നടക്കുന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ ഉടനെ അന്ത്യനായ വിധി. ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ തട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ പോക്ക്, ഒടുവിലത്തെ മരണം, രണ്ടാം മരണം, അതിലേക്ക് തള്ളുകയാണ്, തീപ്പൊയ്കയിലേക്ക് തള്ളുകയാണ്. പിന്നെ അവിടെ നിന്ന് കയറി വരാൻ പറ്റത്തില്ല, സ്ഥിരം അവിടെ തന്നെ. നമ്മൾ ആ തീപ്പൊയ്കയിൽ പോകാതിരിക്കാനാ നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. തീപ്പൊയ്കയിൽ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കയറണം. ജീവന്റെ പുസ്തകത്തിൽ കയറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. കർത്താവിനോട് ചേരാൻ സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വചനം പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ തമ്മിൽ ഒന്നാവണം. വേറൊരു കുറുക്ക് വഴിയില്ല. ഒരു സഭയിൽ നിന്നിട്ട് ഒന്നാവാൻ പറ്റാത്തത് കൊണ്ട് ചാടി അപ്പുറത്തെ സഭയിൽ പോയി 6 സഭ ചാടിയെന്നും പറഞ്ഞ് സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. ഒന്നായേ പറ്റൂ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഈ സമയം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് തെറ്റില്ലെന്ന എൻ്റെ വിചാരം. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് 100% വാതിൽക്കലാണ്. ഇന്ന് കർത്താവ് വന്നാൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ 38-39 അധ്യായങ്ങളിൽ വിശദീകരിച്ച് വച്ചിരിക്കുകയാണ്. ഞാൻ 2 വാക്യം വായിപ്പിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യെഹെസ്കേൽ പ്രവചനം 38 അധ്യായം 1 മുതൽ 2-3 വാക്യം വേഗത്തിൽ വായിച്ചോളൂ. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്ന്. യഹോവയുടെ അരുളപ്പാട് 2400 എഴുതിയതാണ്. BC-യിലെ കാര്യമാണ്. സോറി, ഇന്നൊക്കെ 2400 കൊല്ലങ്ങൾക്ക് പിറകിൽ BC 400 എഴുതിയതാണ്. വായിക്കേ. മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗ്ദോദ് ദേശത്തിലെ ഗോഗിന് നേരെ മുഖം തിരിച്ചവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കണ്ടോ, ഞാൻ നിനക്ക് രോഷ്, മേശക്, തൂബൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ റഷ്യയെ കുറിച്ച് പറയുകയാണ്. മുഴുവൻ റഷ്യയുടെ ദൈവമായ ഗോഗേ, നിരീശ്വരവാദമേ, എത്തീസമേ, ഞാൻ നിനക്കെതിരാണ്. ഇന്ന് വ്ളാഡിമിർ പുടിനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റഷ്യയിൽ ഇന്നും യുദ്ധം തുടങ്ങിയിട്ട് 3-3.5 കൊല്ലമായി. യുക്രൈനുമായിട്ട് ചെറിയ അടിയാണ്. സെലൻസ്കി ഇതുവരെ വിട്ടുകൊടുക്കുന്നില്ല. റഷ്യക്ക് കയറി അടിച്ചു തീർക്കാൻ പറ്റുന്നില്ല. ആ സെയിം ടൈമിലാണ് ഇസ്രായേലിൽ അടി നടക്കുന്നത്. ഇസ്രായേൽ ഹമാസുമായി, ഇസ്രായേൽ ഹൂതികളുമായി, ഇസ്രായേൽ ലെബനനുമായി, ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഇറാനുമായി ഇപ്പോൾ അടി സ്ട്രോങ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കേരളത്തിലെ ഇസ്ലാമികൾ പറയുന്നത് നമ്മളിപ്പോൾ ഇസ്രായേലിനെ ഇല്ലാതാക്കും. ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നാട് നീളെ ബോർഡും കൊണ്ട് നടക്കുകയാണ്, ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുക. അത് നിങ്ങൾ നിൽക്കുക, പിന്നീട് മറ്റേത് ആലോചിക്കാം. സ്തോത്രം. നടക്കുന്ന പരിപാടിയല്ലത്. കർത്താവിനെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ ഒരുപാട് വില കൊടുക്കേണ്ടതായി വരും. ഇപ്പോൾ ഇസ്രായേൽ ആശ്രയിക്കുന്നത് ദൈവത്തിലല്ല. ഇസ്രായേൽ വീട് വെക്കണമെങ്കിൽ വീട് വെക്കുന്നതിന്റെ 4 ഇരട്ടി പണം കൂടുതൽ വേണം വീടിന്റെ അടിയിൽ ബങ്കർ വെക്കാൻ. ഒരു ബോംബ് ഇറാനിൽ നിന്ന് പൊങ്ങുമ്പോൾ ഇവിടെ സൈറൻ കൊടുക്കും. ഇസ്രായേലിലെ ആൾക്കാർ താഴെ ചെന്ന് ഒളിച്ചിരിക്കും. കർത്താവിന്റെ ചിറകിൻ കീഴിൽ ഇരിക്കേണ്ടുന്ന ജനമായിരുന്നു. അവരുടെ രക്ഷാനായകനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവരുടെ പരിശുദ്ധനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ക്രിസ്തുവിനെ അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ കർത്താവ് വാതിൽ തുറന്നിട്ടിട്ട് പുറത്തു നിന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോളാൻ. ഇത് വീണ് കിട്ടിയ ഭാഗ്യമാണ് നമുക്ക്. സ്വന്തം ജനം കർത്താവിനെ ആദരിക്കാതെ വന്നപ്പോൾ, ബഹുമാനിക്കാതെ വന്നപ്പോൾ പുറത്ത് കിടന്ന് നമുക്ക് അകത്തേക്ക് കയറാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നു.
കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ വരാതെ വന്നപ്പോൾ വഴിവെക്കിലിരുന്ന നമ്മളെ വിളിച്ചെടുത്ത് നമുക്ക് കർത്താവ് രാജാവിന്റെ വസ്ത്രം തന്ന് നമ്മളെ അകത്തേക്ക് കയറ്റുവാൻ കർത്താവിന് പ്രസാദം തോന്നിയിരിക്കുന്നു. ഇത് ശ്രേഷ്ഠ പദവിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ ആരും മിസ്സാക്കി കളയരുത്. സ്തോത്രം. വായിച്ച കുഞ്ഞേ, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, റഷ്യയോട് പറയാ, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിക്ക് ഞാൻ കൊളുത്തും. നീ താല്പര്യം കൊണ്ട് വരുന്നതല്ല, ഞാൻ നിന്റെ താടിക്ക് ചൂണ്ടലിടും. റഷ്യയോട് പറയാ, ഞാൻ നിന്റെ താടിക്ക് ചൂണ്ടലിടും. നിന്നെയും നിന്റെ സകല സൈന്യത്തെയും, നിന്റെ കുതിര ഒട്ടൊഴിയാതെ സർവായുധവർഗം ധരിച്ച്, വാളും പരിചയം തലക്കോരിയും ധരിച്ച്, മഹാസമൂഹത്തെയും അവരോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ. പാർസിയാണ് ഇന്ന് പറയുന്ന പേർഷ്യ, ഇന്നത്തെ ഇറാൻ. അടിക്കുന്ന അടി കണ്ടോ? ഇവര് വരുമെന്ന് നേരത്തെ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അവന്റെ ആണവായുധം മാറ്റിക്കൊടുക്കണമെന്നാണ് അമേരിക്ക പറയുന്നത്. എളുപ്പമൊന്നുമല്ല, കളിയൊന്നും നടക്കുകയല്ല. ഇസ്രായേലിനെ താങ്ങാനായി ഇപ്പോൾ അമേരിക്ക വന്നത്. സഖരിയ പ്രവാചകൻ 12-ാം അധ്യായത്തിൽ പറയാണ്, ഇസ്രായേലിനെ താങ്ങുന്നവൻ ഭാരമായി മുറിവേൽക്കും. അമേരിക്കയുടെ നട്ടല് തകരുന്ന അടിയടിക്കും. സ്തോത്രം. നിങ്ങളിതെല്ലാം എഴുതി വെച്ച് കാത്തിരുന്ന് കണ്ടോളൂ. സ്തോത്രം. അമേരിക്കയൊക്കെ നോക്കിയിരിക്കുമ്പോൾ താഴെ പോവും. അവരുടെ GDP ഒക്കെ ടപ്പെന്ന് താഴെ പോവും. ഇപ്പൊ യുദ്ധം കലശലായി വന്നപ്പോൾ കണ്ടോ നിങ്ങൾ? ഓരോന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ വിചാരിച്ച നിസ്സാരമാണെന്ന്. ഹോർമൂസ് അടച്ചപ്പോൾ തന്നെ കഥ മാറി. മനസ്സിലാകുന്നുണ്ടോ? ഈ യുദ്ധം ഇതേ കണ്ടീഷനിൽ 2 മാസം കൂടെ മുമ്പിലോട്ട് പോയാൽ നമ്മളൊക്കെ അല്പം പ്രയാസപ്പെടും. മക്കളെയൊക്കെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നവർ ഒരുപാട് പ്രയാസപ്പെടും. ഡോളറിന്റെ വില തീന്ന് കയറും. മനസ്സിലാണ്ടോ? ആ, വായിക്കേ. കൂശ്യർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈജിപ്റ്റാണ്, ആഫ്രിക്ക. വായിക്കേ. പൂത്തിരും അവിടെ ഉള്ളവർ തന്നെയാണ്. ലിബിയ, ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ, ജർമ്മനി. ഇത്രയും ടീമുകളാണ് വരാൻ പോകുന്നത്. കണ്ടോ? വായിക്കേ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. വായിച്ചോ? ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യയോട് പറയുക, യു ഹാവ് ടു ബി ദ ചീഫ്. നീ മേധാവിയായിട്ടിരിക്കണം. വായിക്കേ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 2400 കൊല്ലായെന്ന് കണ്ടോ? 24 നൂറ്റാണ്ടുകൾക്ക് ബാക്കി പറഞ്ഞ കാര്യമാ. അന്നവിടെ എഴുതി വെച്ച പ്രവചനം നമ്മളിന്ന് നേരിൽ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. ഇത്ര ഭാഗ്യമുള്ള ജനം എവിടെ ഉണ്ട്? ഇത് നേരിൽ കണ്ടിട്ട് നമ്മൾ ഗുണം പിടിച്ചില്ലെങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യരോടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ഈ പുസ്തകം കയ്യിലുള്ളപ്പോഴും നാട്ടുകാർ പറയുകയാണ്, ദൈവം ജീവിക്കുന്നില്ല. അങ്ങനെയും ഒരു കൂട്ടം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കേട്ട്, കർത്താവ് ഇല്ലെന്നും കേട്ട്, കർത്താവ് ദൈവം അല്ലെന്നും കേട്ട്, പള്ളിയിലെ അടിയും ബഹളവും കണ്ട്, സ്വത്രം മരവിച്ചിരിക്കുന്ന ഒരു ജനം കർത്താവിനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇതൊന്നും കണ്ട് നമ്മൾ മനം മടുക്കരുത് ദൈവമക്കളെ. ചർച്ചകൾക്ക് തടി നടന്നോട്ടെ, കമ്മിറ്റിക്ക് തടി നടന്നോട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. നമ്മൾ അക്കരത്തേക്ക് യാത്ര ചെയ്യണം. ജനം പിന്മാറ്റത്തിൽ പോകുന്നത് കണ്ട് നമ്മൾ ഭാരപ്പെടരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. ജനം പിന്മാറ്റത്തിലേക്ക് പോകുന്നത്, ജനം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്, പൗലോസ് പറയുന്നത് പോലെ ദേമാസ് എന്റെ കൂട്ടുവേലക്കാരനെന്ന് ഒരിക്കൽ പറയുന്നു. പിന്നീട് പൗലോസ് പറയുന്നു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് ഇറങ്ങിപ്പോയി, എന്നെ വിട്ടുപോയി. സ്വത്രം ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയവർ ഒരുപാട് പേർ കർത്താവിനെ വിട്ടു പോകുന്നുണ്ടായിരിക്കാം. ഈ ലോകത്തെ സ്നേഹിച്ച് പോകുന്നുണ്ടായിരിക്കാം. സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സഭകൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും കണ്ട് നമ്മൾ ക്ഷീണിക്കരുത്, മടുക്കരുത്. നമ്മുടെ പ്രാണപ്രിയനെ നമ്മൾ നോക്കണം. നമുക്ക് അക്കരയ്ക്ക് ചെല്ലുവാനുള്ള യാത്ര എടുത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുവാൻ പോവുകയാണ്. ഈ വചനഭാഗങ്ങൾ നിങ്ങൾ ഈ 38, 39 വീട്ടിൽ പോയി വായിക്കുക. അവിടെ പറയാം, നീ മഴക്കോള് പോലെ വരും. 13-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, ശബയും ദദാനും തർസീസ് വർത്തകന്മാരും. ആണോ കുഞ്ഞേ? വായിക്കി. ശബയും ദദാനും തർസീസ് വർത്തകന്മാരും. ശബ, ദദാൻ അമേരിക്കയാണ്. തർസീസ് ബ്രിട്ടനെ കുറിച്ച് പറയുകയാണ്. അതിലെ സകല ബാലസിക്കകളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? റഷ്യയോട് ചോദിക്കുമെന്ന്. നീ കൊള്ളയിടാനാണോ വന്നത്? ഞങ്ങളെ അടിക്കാനാണോ നീ വന്നത്? അതാണ് നമ്മളിപ്പോ കണ്ടുവരുന്ന രംഗം. ഇപ്പൊ കാണുന്ന സീൻ അതാണ്. വായിക്കേ. കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നു നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. കണ്ടോ എന്ന് പറഞ്ഞ് 2 ചേരികളും തമ്മിലടിക്കും. അടിയെക്കുറിച്ച് 39 പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. മാന്യ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞാൻ വളരെ വിശാലമായി കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശു എത്രയും വേഗം മധ്യാകാശത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ ഭൂമിയിൽ അടി ആരംഭിക്കും.
അടി ആരംഭിച്ച മണിക്കൂറുകൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആലയം പണിയും യെരൂശലേമിൽ. 48 മണിക്കൂറാണ് അവർ ചോദിച്ചിട്ടുള്ളത് ആലയം പണിയാൻ. ഹെരോദാവ് 46 കൊല്ലം കൊണ്ട് പണിതത്. ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത് 48 hours. അവരത് ചെയ്യും. ഇസ്രായേൽ എല്ലാം റെഡിയാക്കി ഷിപ്പിലാക്കി മധ്യധരണി കടലിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ബാക്കി എല്ലാ സെറ്റപ്പുകളും റെഡിയാക്കി കഴിഞ്ഞു. ആലയം പണിതാൽ മാത്രം മതി. പണിയണമെങ്കിൽ അലക്സ പൊളിക്കണം. അലക്സ പൊളിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ സഭ പോകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് സംഭവിക്കും ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ. നമ്മൾ ഇറങ്ങി തിരിച്ചവരാണ്, സ്നാനപ്പെട്ടവരാണ്, ഒരുപാട് വില കൊടുത്തവരാണ്. പക്ഷേ ഒരു കയ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്ന കാരണത്താൽ നിത്യതയിൽ പോകില്ലെങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യരാരുമില്ല. ഒരു പിണക്കം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ നമ്മൾ നരകത്തിൽ പോകുമെങ്കിൽ നമ്മളെപ്പോലെ ഹതഭാഗ്യരാരുമില്ല. മാന്യ സുഹൃത്തുക്കളെ, വലിയ പാപത്തേക്കാൾ അപകടകരമാണ് കുഞ്ഞു പാപം. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഏത് പാപത്തെയും കഴുകി മാറ്റുവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് പാപിയായി മരിക്കണം? നമ്മുടെ ഏത് പാപത്തെയും ക്ഷമിക്കാൻ നമ്മുടെ കർത്താവ് തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് പാപത്തിൽ മരിക്കണം? ഈ രാത്രി നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാമോ? കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണമെന്ന് പറയാം. കർത്താവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകേണ്ടതിനായി ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഒറ്റ മിനിറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് എന്നോട് മനസ്സലിയണമെന്ന് പറയാം. അങ്ങയുടെ കൃപ എൻ്റെ മീതെ പകരണമെന്ന് പറയാം. അങ്ങയുടെ സ്നേഹത്താൽ അങ്ങനെ നിറയ്ക്കണമെന്ന് പറയാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് മനസ്സലിയണമെന്ന് പറയാം. ദൈവമക്കളെ, നമുക്ക് മനഃപൂർവ്വമായി ക്ഷമിക്കാൻ തയ്യാറാകാം. ക്ഷമിക്കുന്നത് ഒരിക്കലും നഷ്ടമുണ്ടാക്കില്ല. അവർ ചെയ്തത് ഓർത്താൽ ക്ഷമിക്കാൻ ഒരിക്കലും പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകണം. അതുകൊണ്ട് ക്ഷമിച്ചേ പറ്റൂ. നിങ്ങളുടെ പണം ചിലപ്പോൾ അവർ അപഹരിച്ചിരിക്കാം. നിങ്ങളെ ചിലപ്പോൾ അവർ ഭീകരമായി മുറിപ്പെടുത്തിയിരിക്കാം. പക്ഷെ ക്ഷമിച്ചേ പറ്റൂ. ക്ഷമിച്ചേ പറ്റൂ. നമുക്ക് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രത്യാശയോടെ നമുക്ക് ഈ രാത്രികാലം നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. യുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ തയ്യാറാക്കിയിരിക്കുമ്പോൾ നമുക്ക് യാത്രയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം.